ഗുരുദേവന്റെ അനുഗ്രഹത്തോടും ഇവിടെ കൂടിയിരിക്കുന്ന മഹത്തുക്കളുടെ ആശീർവാദത്തോടും കൂടി ശ്രീനാരായണ ധർമ്മം ജീവിതയാത്രയിൽ എന്ന വിഷയത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ ചിന്തിക്കുവാനും ഒപ്പം സംവേദിക്കാനും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ധർമ്മം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യച്യുതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവിടെ ഈ വാക്കിനും അതോടൊപ്പം തന്നെ അതിന്റെ അർത്ഥത്തിനും വളരെയധികം ആഴവും പരപ്പും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ദേശകാലോചിതം കർമ്മ ധർമ്മ ഇന്ധപീതേ എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. ദേശത്തിനും കാലത്തിനും ഉചിതമായ രീതിയിൽ അതാത് കാലഘട്ടത്തിൽ ആചരിക്കേണ്ട കർമ്മത്തെയാണ് ധർമ്മം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഭഗവാൻ ശ്രീനാരായണ പ്രപാദങ്ങൾ വളരെ വ്യക്തമായി ധർമ്മത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥാശ്രമി അതോടൊപ്പം തന്നെ ഒരു സന്യാസി ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തി ധർമ്മ ചരിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വളരെ വ്യക്തമായി നമുക്ക് പകർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ധർമ്മ എന്ന് പറയുന്ന ഏകശ്ലോക കൃതിയിലും ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മത്തെ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ ശ്രീനാരായണ ധർമ്മം ജീവിതയാത്രയിൽ എന്ന വിഷയം ഒന്നാം പാദത്തിൽ നമ്മൾ ആത്മാനന്ദ സ്വാമികൾ 1100 ചിങ്ങമാസത്തിലാണ്, ഏകദേശം 1924-25 കാലഘട്ടത്തിലാണ് ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്ത വരികൾ എഴുതിയെടുക്കുകയും ആയത് പദ്യരൂപത്തിൽ ആക്കുവാൻ ഗുരുദേവൻ നിർദ്ദേശപ്രകാരം തന്നെ ആത്മാനന്ദ സ്വാമികൾ അതിനെ മുൻകൈയെടുക്കുകയും ഉണ്ടായി. അങ്ങനെ വിരചിതമായ കൃതിയാണ് നമ്മുടെ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോ വാക്യാർത്ഥത്തിൽ അല്ലെങ്കിൽ വാചകങ്ങളിൽ ഗദ്യരൂപത്തിൽ പകർന്നു നൽകിയ അറിവ് പിന്നീട് അരിമ ശിഷ്യൻ അതിനെ പദ്യരൂപത്തിലാക്കിക്കൊണ്ട് ഗുരുദേവന്റെ അനുമതിയോടും വേണ്ടപ്പെട്ട തിരുത്തലുകളോടും കൂടിയാണ് ആ കൃതിക്ക് മൂർത്തിമ ഭാവം കൈവന്നത്. ആ നിലയ്ക്ക് നമുക്ക് ഏറ്റവും, പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്, ഞാൻ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന നമ്മുടെ അവതാരകൻ തന്നെ പറഞ്ഞതുപോലെ ഇപ്പം 124 വർഷം പൂർത്തിയാകാൻ ഇനി 1 മാസം കൂടെ ഈ വായനശാലയെ സംബന്ധിച്ച്. നമുക്കറിയാം, അക്ഷരത്തെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ എപ്പോഴും ഉദ്ബോധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വചനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഗുരുദേവൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ആ ഒരു നിലയ്ക്ക് ഗുരുദേവന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു ദേശം എന്ന ഒരു പ്രത്യേകത കൂടിയുള്ള ഈ കുളത്തൂർ മാത്രവുമല്ല, ഗുരുദേവ തൃപ്പാദങ്ങൾ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് വിശാലമായ മണൽ മുറ്റവും പ്രകൃതി രമണീയമായ ചുറ്റുപാടുകൾ എല്ലാം ഉൾക്കൊള്ളുന്നതും, അതോടൊപ്പം തന്നെ ഞാനിപ്പം ഈ സമയമായിട്ട് ആൾക്കാരെ പറയുകയായിരുന്നു, ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പഴയ കേരളീയ ഗ്രാമീണത വളരെയധികം കാണപ്പെടുന്നു. നമുക്കൊരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നാഗരികത എന്നത് വ്യാപരിച്ചു വന്നിരിക്കുകയാണ്. ഗ്രാമങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു നിലയ്ക്ക് വളരെയധികം പ്രകൃതി ഭംഗി ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്ന ഒരു ദേശമായി കാണുന്നു. മാത്രവുമല്ല, ഈ നമ്മുടെ ജനങ്ങൾ, ഈ ദേശത്തിലെ വാസികൾ വളരെ ജിജ്ഞാസുക്കളും അതോടൊപ്പം തന്നെ അറിവ് നേടുന്നതിൽ എപ്പോഴും വ്യാപരിക്കുന്നതും ഗുരുദേവന്റെ ദർശനം അതോടൊപ്പം തന്നെ സന്ദേശങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുമാണ് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെയും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ അങ്കണത്തിലും ഇത്തരം പ്രഭാഷണ പരിപാടികളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ മനസ്സടുപ്പമുള്ള നല്ല ശ്രീനാരായണീയരായ ആളുകൾ, ജാതി മത വർഗ ഭേദമന്യേ അറിവ് ആണ് ദൈവം എന്ന ഗുരുദേവന്റെ കാഴ്ചപ്പാട് വെച്ചുപുലർത്തിക്കൊണ്ട് തന്നെ
അറിവിനെ സമീപിക്കുന്ന ഈ സദസ്സ് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു സദസ്സിൽ ഇത്തരം ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഗുരുദേവ അനുഗ്രഹമാണ്, മറ്റൊന്നുമല്ല. അമ്മയുടെ നല്ല മനസ്സും കൊണ്ട് കുറെ കാര്യങ്ങൾ എന്നെ വ്യക്തിഗതമായി തന്നെ ശിശുപാലൻ സാർ പറയുകയുണ്ടായി. ഞാൻ അത്ര കേരളമൊന്നുമല്ല, ഈ പറഞ്ഞതുപോലെ ഗുരുദേവ കൃപാനന്ദയുടെ അനുഗ്രഹം. അതുകൊണ്ട് മാത്രമല്ല, വളരെ കുഞ്ഞിലെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ, അധ്യാപകരായിരുന്ന ദമ്പതികളുടെ ശിക്ഷണത്തിൽ നേടിയ ഗുരുദേവനെ കുറിച്ചുള്ള അറിവുകൾ, അതോടൊപ്പം തന്നെ ഔപചാരികമായ വിദ്യാഭ്യാസത്തിൽ കൂടിയ അറിവുകൾ, പിന്നെ ഈ പറഞ്ഞതുപോലെ മുതിർന്നവരായ നല്ല ആൾക്കാരുമായുള്ള സമ്പർക്കത്തിൽ കിട്ടിയ അറിവ്, ഇതൊക്കെയാണ് എൻ്റെ പിൻബലമായിട്ടുള്ളത്. അപ്പോൾ ആ പിൻബലം വെച്ചുകൊണ്ട് ഏറ്റവും അറിവുള്ള അല്ലെങ്കിൽ ഈ ശ്രീനാരായണ ദർശനം ഏറ്റവും വ്യക്തമായും ആഴത്തിൽ പറയുന്ന ഈ അനുഗ്രഹീത സദസ്സിൽ ഏതാനും ചിന്തകൾ, എന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, സ്മൃതികളും ശ്രുതികളും അതോടൊപ്പം തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ മുൻ തലമുറയിൽ നിന്നും നമുക്ക് കൈമാറി നമ്മളിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ മൂല്യബോധം പണ്ട് ഒരു 10-50 വയസ്സിന് മുകളിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ഹിസ്റ്ററി ആൻഡ് സിവിക്സ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ തന്നെ ഉണ്ടായിരുന്നു പരീക്ഷ. പക്ഷേ കാലത്തിന്റെ ചരിത്രഗതിയിൽ എങ്ങോ ആ സിവിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൗരധർമ്മം എന്ന് പറയുന്ന ആ ഒരു സിലബസിലെ ഭാഗം ഇല്ലാതായി എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ. നമുക്കറിയാം, ഇന്നത്തെ യുവത വളരെ ഊർജ്ജസ്വലരാണ്, വളരെയധികം വിജ്ഞാനം നേടുവാൻ കെൽപ്പുള്ളവരാണ്. പക്ഷേ ഇന്നത്തെ ചില കുൽസിത പ്രവർത്തനങ്ങളുടെ ഫലമായി അവർ ലഹരിക്കും അതോടൊപ്പം തന്നെ മറ്റ് മയക്കുമരുന്നുകൾക്കും അടിപ്പെടുന്ന ദുഃഖകരമായ ഒരു അവസ്ഥയുണ്ട്. അവിടെയും പ്രത്യക്ഷമായി ശ്രീനാരായണ ധർമ്മം ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രസക്തി. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മളുടെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത് ആ മൊഴികൾ അതേ അർത്ഥത്തിൽ സ്വാംശീകരിച്ച് ആത്മാനന്ദ സ്വാമികൾ അത് പദ്യരൂപത്തിൽ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുകയും തുടർന്ന് ശ്രീനാരായണ സാരാർത്ഥ പ്രബോധിനി എന്ന പേരിൽ, അത് ശ്രീനാരായണ തീർത്ഥ സ്വാമികളാണ് മലയാളത്തിൽ വ്യാഖ്യാന സഹിതം നമുക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ 10 ശ്ലോകങ്ങളിൽ കൂടെയാണ് വളരെ വ്യക്തമായി വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ നമുക്ക് പകർന്നത്. നമുക്കറിയാം, 1-ാം സർഗം, ആ 1-ാം സർഗത്തിൽ തന്നെ ശിവഗിരിയെ കുറിച്ചാണ് പറഞ്ഞത്. ശിവഗിരിയുടെ ഒരു വർക്കല കുന്നിന്റെ ഒരു രത്നം മകുടമായി വർത്തിക്കുന്ന ശിവഗിരി എന്ന് പറയുന്നത് തുടങ്ങുന്ന ആ ഒരു സർഗത്തിലൂടെയാണ് നമ്മുടെ ശ്രീനാരായണ ധർമ്മം എന്ന കൃതി ആരംഭിക്കുന്നത് തന്നെ. കൈതക്കോണം കുന്നുകൾ എന്നായിരുന്നു യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ ശിവഗിരിയുടെ നാമധേയം. ആ കൈതക്കോണം കുന്നാണ് പിൽക്കാലത്ത് ശിവഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രമായി ഇപ്പോൾ നിലകൊള്ളുന്നു. നമ്മൾ 2-ാമത്തെ സർഗത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഒരു വ്യക്തമാകുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജാതി, മതം അതെല്ലാം നമ്മുടേതായ തികച്ചും സാങ്കല്പികമായ കാര്യങ്ങൾ മാത്രമാണെന്നും നമ്മളുടെ ജീവിതത്തിൽ ജാതിയോ മതമോ അല്ല വേണ്ടത്, മനുഷ്യത്വമാണ് ഏറ്റവും അടിസ്ഥാനമായി വർദ്ധിക്കേണ്ടത് എന്ന് ഊന്നിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് നേരത്തെ സൂചിപ്പിച്ച ഗൃഹസ്ഥാശ്രമിയായാലും അതോടൊപ്പം തന്നെ സന്യാസിമാരായാലും അവര് ധർമ്മമാർഗത്തിൽ ക്ഷണിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അനുവർത്തിക്കണം എന്നത് വ്യക്തമാക്കുകയാണ് 3-ാമത്തെ സർഗത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അവിടെ പഞ്ചശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയപ്പെടുന്ന ഈ പറഞ്ഞ പഞ്ചശുദ്ധിയായ വാക്ശുദ്ധി, മനഃശുദ്ധി, ശരീരശുദ്ധി, ഗൃഹശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഈ തുടങ്ങിയ 5 ശുദ്ധികൾ എന്നുള്ള രീതിയിൽ പഞ്ചശുദ്ധി, അതോടൊപ്പം തന്നെ പഞ്ചധർമ്മങ്ങൾ. ആ പഞ്ചധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം എന്നീ 5 കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ വളരെ ലളിതവും എന്നാൽ വളരെ സുഗ്രാഹ്യവുമായ രീതിയിൽ തന്നെ
നമ്മുടെ അർത്ഥ സംവേദനം നമ്മൾ ഓരോരുത്തരിലേക്കും എത്തും. കുഞ്ഞുകുട്ടി പ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ മുതിർന്നവരെന്നോ പാവനെന്നോ പണ്ഡിതനെന്നോ എന്ന ഭേദം കൂടാതെ തന്നെ നമുക്ക് ഇത്തരം കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു ചിത്രം വരച്ചു കാട്ടുകയാണ് ഗുരുദേവൻ മൂന്നാമത്തെ സംഘത്തിലൂടെ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ തുടങ്ങി നമുക്കറിയാം നമ്മുടെ മനഃശാസ്ത്രം, അതോടൊപ്പം തന്നെ തത്വശാസ്ത്രം, സൈക്കോളജി ആസ് വെൽ ആസ് ഫിലോസഫി, എസ്പെഷ്യലി ഇന്ത്യൻ ഫിലോസഫി. അപ്പോ ആ ഇന്ത്യൻ ഫിലോസഫിയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ വിവിധ മതവിഭാഗങ്ങൾ ഇന്ത്യയിൽ വളർന്ന് പന്തലിക്കുകയുണ്ടായത്. നമുക്കറിയാം, നമ്മളെല്ലാം നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരം എന്ന് പറയാൻ, അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇന്ന് പല രീതിയിൽ അതിനെ വിവക്ഷിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായ നിലപാട് അല്ലെങ്കിൽ അതിന്റെ ഒരു തലം എന്ന് പറയുന്നത് എന്തിനേയും നമുക്ക് സാഹോദര്യത്തോടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സംസ്കാരം എന്നാണ് അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹൈന്ദവ നദീതട സംസ്കാരവും ഹിന്ദുതല സംസ്കാരവും എല്ലാം കൂടെ ചേർന്ന് അതിൽ നിന്നും ലോപിച്ചും ഉണ്ടായി വന്നതാണ് ഹിന്ദു എന്ന വിവക്ഷ. ആ വിവക്ഷയിൽ നിന്നുകൊണ്ട് നാനാജാതി മതസ്ഥർ, വിവിധങ്ങളായ ഭാഷകൾ, നമുക്കറിയാം നമ്മുടെ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരികയും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വേർതിരിക്കുകയുമാണ് ചെയ്തത്. അല്ലാതെ മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ സമുദായത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല നമ്മളുടെ മഹത്തായ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഓരോ സംസ്ഥാനങ്ങളായി ഭരണ സൗകര്യത്തിന് വേണ്ടി വിഭജിച്ചിട്ടുള്ളത്. ഭാഷകൾ, വർഗങ്ങൾ, വിവിധതരം ഗോത്രങ്ങൾ, ഭക്ഷണ രീതികൾ, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ദക്ഷിണ ഭാഗത്ത് നിന്ന് ഉത്തര ഭാഗത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 60 കിലോമീറ്റർ വ്യത്യാസത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഭാഷയിലായാലും ഭക്ഷണ രീതിയിലായാലും. നമുക്കറിയാം നമ്മുടെ വീട്ടമ്മമാർ വളരെ നൈപുണ്യത്തോടു കൂടി കൈകാര്യം ചെയ്ത് നമുക്ക് വളരെ വാത്സല്യത്തോടെ പകർന്നു തരുന്ന വിഭവങ്ങൾ, അതിന്റെ വ്യത്യസ്തമായ രുചികൾ നമുക്ക് ഈ പറഞ്ഞ ഓരോ ജില്ലയിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നു. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലേക്കും അതിന്റെ പ്രതിഫലനം വരും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ ഭാര്യമാർ അവര് വളരെ വാത്സല്യത്തോടും കരുതലോടും മക്കൾക്കും വേണ്ടി പാകം ചെയ്യുന്ന ഭക്ഷണം അതിന് അതിൻ്റെതായ ഒരു തനിമയും അതിൻ്റെതായ ഒരു രുചിക്കൂട്ടുമുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പ പ്രസാദം, അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ അമ്പലപ്പുഴ പായസം എന്നിവ പോലെ വ്യത്യസ്തമായ രുചി നിറവുകളാണ് ഉണ്ടാകുന്നത്. അവിടെ പ്രധാനമായി ഈ മസാലകളും ബാക്കിയുള്ള കാര്യങ്ങളല്ല ഇന്ന് നമ്മൾ പാക്കറ്റിലാണ്. എങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞ കരുതൽ, വാത്സല്യം, സ്നേഹം എന്ന ഒരു മനസ്സിന്റെ അവസ്ഥ കൂടി ഈ പാചക പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് അതിന് അത്രയേറെ രുചി കൈവരുന്നത്. ഭാര്യാധർമ്മത്തിലും ഗുരു അത്രയും കാര്യങ്ങൾ പറയുന്നു. എങ്ങനെയായിരിക്കണം ഒരു ഉത്തമ ഭാര്യ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ വിളക്കാണ് ഭാര്യ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു വീട്ടിലെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വീട്ടിലെ ക്യാപ്റ്റനാണ് ഭാര്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന വ്യക്തി. അതെന്തായാലും രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഗതിയിൽ ഇപ്പം വളരെ പോസിറ്റീവായ നിലയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റേഷൻ കാർഡുകളെല്ലാം ഗൃഹനാഥയുടെ പേരിലാണ് ഇപ്പം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി, ഒരു പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുരോഗതിയുടെ ലക്ഷണമായി കാണുന്നതാണ് സ്ത്രീക്ക് അർഹമായ സ്ഥാനം നൽകുക എന്ന്. ഏതേത് കാലഘട്ടങ്ങളിൽ സ്ത്രീ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി, പുത്രി എന്നീ പദവികൾ വളരെ ഉയർന്ന നിലയിലായിരുന്നു സ്ഥാനം വഹിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ ഏതോ ഉത്സവ ചിത്തക്കാരുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ, അമ്മമാരുടെ, ഭാര്യമാരുടെയും ഒക്കെ സ്ഥാനം രണ്ടാമതായോ മൂന്നാമതായോ നാലാമതായോ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ചരിത്ര ദുഃഖസത്യം. അപ്പൊ അവിടെയും ഗുരു ഭാര്യാധർമ്മത്തിലൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞ് ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് അവരുടെ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ട പ്രവർത്തികളെന്നും അവർ കരുതലും അതോടൊപ്പം തന്നെ വാത്സല്യം അതോടൊപ്പം തന്നെ ക്ഷമ ഈ പ്രത്യക്ഷ ഗുണങ്ങളോടുകൂടി വർദ്ധിക്കുന്നവളും ആ കുടുംബത്തിന്റെ വിളക്കും ക്യാപ്റ്റനുമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ
നമ്മളുടെ ഒരു സ്ത്രീയുടെ പ്രാധാന്യം അല്ലെങ്കിൽ സ്ഥാനം, സമൂഹത്തിലെ സ്ഥാനം ഗുരു വ്യക്തമാക്കുകയാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പുരാണങ്ങളോ മറ്റുള്ള കാര്യങ്ങളിലോ പോയാൽ ചോദ്യോത്തര സംവാദങ്ങളിലൂടെയാണ് ആശയവിനിമയം നമ്മുടെ സമൂഹത്തിലേക്ക് അല്ലെ താഴെ തട്ടിലേക്ക് മഹർഷിമാർ പകർന്നു നൽകിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഉമാമഹേശ്വര സംവാദം, അതോടൊപ്പം തന്നെ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ അർജുനന് നൽകുന്ന ഉപദേശങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ പുരുഷാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ പുരുഷന്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ, അവിടെ പുരുഷൻ എന്ന് ഉപയോഗിക്കുന്നത് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്, അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല. അപ്പോ ആ ജീവിതയാത്രയിൽ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതിന് ശാശ്വതമായ പരിഹാരം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ ഈ ഭഗവത്ഗീത ഉപദേശത്തിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലും, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനീഷികൾ എപ്പോഴും പറയും എന്താണ്, യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യസ്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാത്മ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന. ഇതിലൂടെ തന്നെ വളരെ വ്യക്തമാകുന്നു എന്ത് കാലഘട്ടങ്ങൾ എത്ര മറിഞ്ഞിട്ട് പോലും അത് വസ്തുതാപരമായി ഇന്നും വളരെ ഉച്ചസ്ഥായിൽ നിലകൊള്ളുകയാണ്. എവിടെയൊക്കെയോ അധർമ്മം ധർമ്മത്തെ ജയിക്കുവാൻ ശ്രമിക്കുന്നുവോ, എവിടെയൊക്കെയോ അധർമ്മികൾ ധാർമ്മികളെ അല്ലെ സാധുക്കളെ നിഗ്രഹിക്കാനും ഉപദ്രവിക്കുവാനും തുടങ്ങുന്നുവോ, ആ സന്ദർഭത്തിൽ ധർമ്മം സംസ്ഥാപനം ചെയ്യുന്നതിനായി അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതിനായി ഞാൻ അവതരിക്കും എന്ന് വളരെ വ്യക്തമായി ഭഗവാൻ കൃഷ്ണൻ അതിലൂടെ വ്യക്തമാക്കും. നമ്മുടെ മനീഷികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത, സത്യസാക്ഷാത്കാരം നേടി മഹർഷിമാർ അവർ സായുജ്യം കൊള്ളുകയാണ് പൊതുവെ പതിവ്. അതിൽ നിന്ന് വിഭിന്നമായ ആയുസ്സും വപസ്സും നമ്മുടെ സമൂഹത്തിന്, ഈ സമുദായത്തിനല്ല സമൂഹത്തിനെന്ന് പ്രത്യേകം ഓർക്കണം, ആ രീതിയിൽ പകർന്നു നൽകുകയും സമുദായത്തിന് ഉപരി സമൂഹത്തെ ഒന്നാകെ, ലോകത്തെ ഒന്നാകെ കണ്ടതുകൊണ്ട് തന്നെയാണ് വിശ്വഗുരു എന്ന് ഗുരുവിനെ നാം സംബോധന ചെയ്യുന്നത്. ആ തരത്തിൽ മനുഷ്യ സമുദായത്തിൽ ആകെ രണ്ട് ജാതിയെ ഉള്ളെന്നും അത് സ്ത്രീയും പുരുഷനുമാണ് എന്ന് പറയുന്നു. ആധുനിക ശാസ്ത്രം അത് തന്നെയാണ് പറയുന്നത്. XX ക്രോമസോമുകൾ ജീൻസിലുള്ളത് സ്ത്രീയായും XY ക്രോമസോമുകളുള്ളത് പുരുഷനായും ഭവിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയ സത്യം. അവിടെ നീഗ്രോ എന്നോ മംഗോളിയൻ എന്നോ ഇന്ത്യൻ എന്നോ റെഡ് ഇന്ത്യൻ എന്നോ യാതൊരു വർണ്ണ വ്യത്യാസത്തിനും സ്ഥാനമില്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോഴും ശാസ്ത്രവും തെളിയിക്കുന്നു. നമുക്ക് ആകെ 4 ബ്ലഡ് ഗ്രൂപ്പുകളേ ഉള്ളൂ അല്ലേ? A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, പിന്നെ യൂണിവേഴ്സൽ ഡോണറായ O ഗ്രൂപ്പ്. ഈ 4 ഗ്രൂപ്പാണ്. ഈ 4 ഗ്രൂപ്പിൽ ഇന്ന് ഇവരുണ്ടാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വർണ്ണ വ്യവസ്ഥയിൽ പോലും ഈ എല്ലാ ആളുകളെയും പരിശോധിച്ചാൽ ഈ 4 ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ പണ്ട് ജ്യൂസ് പറഞ്ഞതുപോലെ സുപ്രീം അല്ലെങ്കിൽ സൂപ്രമസി ഒരു റേസിനോ ഒരു കമ്മ്യൂണിറ്റിക്കോ അവകാശപ്പെടാനില്ല. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ നല്ല നിലയിൽ എത്തിക്കുന്നതും മോശാവസ്ഥയിലേക്ക് താഴ്ത്തുന്നതും. അപ്പോ ബേസിക്കായിട്ട് ചിന്തിക്കേണ്ടത് നല്ല ചിന്ത, നല്ല അറിവ്, നല്ല സത്സംഗം, സത്സംഗം, അതോടൊപ്പം തന്നെ നല്ല യാത്രകൾ, പ്രത്യേകിച്ചും തീർത്ഥാടനങ്ങൾ, അതിലുപരി ചരിത്ര സ്മാരകങ്ങൾ, ഇവിടേക്കൊക്കെ നമ്മൾ കൂട്ടായി, പ്രത്യേകിച്ച് കുടുംബമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി പോയി അവിടുത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക്, നമുക്ക് വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമ്മുടെ കുടുംബസ്ഥരായ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമികൾ ഉണ്ട് എന്ന് നാം അറിയണം. നമുക്കറിയാം, കാഷായ വസ്ത്രം ധരിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ മാന്യതയും ബഹുമാനവും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഗുരുദേവൻ പറഞ്ഞത്, ഒരു സന്യാസിയും ഒരു ഗൃഹസ്ഥാശ്രമിയും വന്നാൽ അവിടെ ഉത്തരവാദിത്വം കൂടുതലും സമൂഹത്തോട് കടപ്പാട് ഉള്ളത് ഗൃഹസ്ഥാശ്രമിക്കുന്നതാണ്. കാര്യം ഗൃഹസ്ഥാശ്രമി ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ സന്യാസി ഉൾപ്പെടെയുള്ളവർക്ക് ആഹാരത്തിന് മറ്റു സൗകര്യങ്ങൾക്കും ഇടം നൽകാൻ കഴിയും. പക്ഷെ സന്യാസി എന്ന് പറയുന്നത് താഴ്കാട്ടിലല്ല, മറിച്ച് ആത്മീയതയിൽ ഗൃഹസ്ഥാശ്രമികൾക്ക് വഴികാട്ടികളായി വർത്തിക്കുന്നതിന് വേണ്ടിയാണ് സന്യാസ സമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന് രൂപം കൊടുത്തത്. 1903 ഗൃഹസ്ഥാശ്രമികളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും
വേണ്ടി വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാനും സങ്കടം കൊണ്ട് ശക്തരാകുവാനും എന്ന സന്ദേശം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണ് 1903 അരിപ്പുറത്ത് വെച്ച് ഗുരുദേവൻ അനുമതി നൽകുന്നത്. ഡോക്ടർ പൽപു അദ്ദേഹം ചെയ്ത സേവനങ്ങളും ഇത്തരണത്തിൽ സ്മരണീയമാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാത്രം നോക്കിയിരുന്നെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം അറിയാം, ജാതിയുടെ അല്ലെങ്കിൽ മതത്തിന്റെയൊക്കെ പേരിൽ അദ്ദേഹത്തിന് തിരുവിതാംകൂർ രാജ കൽപ്പനയിൽ കൂടി ഏറ്റ വ്യഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന്റെ പരിണിത ഫലമായി അദ്ദേഹം മൈസൂരിലേക്ക് ചെല്ലുകയും അവിടെ ഹെൽത്ത് സർവീസിൽ പ്രവേശിക്കുകയും അവിടെ നിന്നുകൊണ്ടാണ് SNDP യോഗം പ്രവർത്തിക്കുവാനുള്ള ഇന്ധനം, അതായത് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 75% ഈ സംഘടന വളർത്തുവാനായി നിർലോഭം പകർന്നു നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ശിശുപാലൻ സാർ, അതോടൊപ്പം തന്നെ വിജയമ്മ ടീച്ചറമ്മയും നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ വസ്ത്രധാരികളായിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്, നമുക്ക് മുട്ടിന് കീഴെ വസ്ത്രം ധരിക്കാൻ സമരം ചെയ്തിട്ടുണ്ട്, നമുക്ക് പൊതു നിരത്തുകളിലൂടെ നടക്കുവാൻ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. അത്തരം ഇപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആഘോഷം നടക്കുന്ന വേളയിൽ കൂടെയാണ്. വൈക്കം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാതയിൽ കൂടെ മറ്റ് ഇതര മൃഗങ്ങൾക്ക്, നാൽക്കാലി മൃഗങ്ങൾക്കെല്ലാം സ്വൈരവിഹാരം നടത്താവുന്ന കാലഘട്ടത്തിൽ ജാതിയുടെ പേര് ആ പൊതുനിരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ദുസ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ചരിത്രത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഗാന്ധിജി തന്നെ വൈക്കം സത്യാഗ്രഹ സ്ഥലം സന്ദർശിക്കാൻ വന്നപ്പോൾ അവിടുത്തെ നമ്പൂതിരിയായ ഭരണാധികാരിയെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ചെയ്തത്, ബ്രാഹ്മണനല്ലാത്ത ഗാന്ധിജി, അദ്ദേഹം ദേശീയ നേതാവാം, ലോകത്ത് അറിയപ്പെടുന്ന നേതാവാം, പക്ഷേ ജാതിയുടെ മതിൽക്കെട്ട് മനസ്സിനകത്ത് തളച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹവുമായുള്ള സംഭാഷണത്തിന് അദ്ദേഹം തയ്യാറായത് പുതിയൊരു ടോർച്ച് പോലെ ഇറക്കിക്കെട്ടി അതിനകത്ത് ഗാന്ധിജിയെ കൂട്ടരെ ഇരുത്തി അദ്ദേഹം വീട്ടിനകത്തിരുന്നിട്ടാണ് സംവാദം നടത്തിയത്. നോക്കൂ, നമുക്ക് ഏറ്റവും ആരാധ്യപുരുഷനായ, നമുക്ക് സ്വാതന്ത്ര്യം അഹിംസയിലൂടെ നേടിത്തന്ന ആ മഹാത്മാവിനോട് പോലും ഈ പറഞ്ഞതുപോലെയാണ് അന്നത്തെ മാനസികാവസ്ഥയിൽ ആളുകൾ പെരുമാറിയിരുന്നത്. അതിന് മാറ്റം വരിക എന്നുള്ളത് ശ്രീനാരായണ ധർമ്മത്തിന്റെ ആവശ്യമാണ്. നമ്മൾ ജാതിയുടെ പേരിൽ വേറൊരാളെയും മാറ്റി നിർത്തരുത്. നമ്മളെപ്പോലെ തന്നെ അവകാശം ഉള്ളവരാണ് നമ്മളുടെ സഹജീവികൾ. സഹജീവികൾ എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, ഇതര ജന്തുജാലങ്ങളെല്ലാം നമ്മളുടെ സഹജീവികളാണ്. നമ്മൾ പറയും നമ്മളാണ് ഏറ്റവും ബുദ്ധിശാലികൾ, നമ്മളാണ് ഏറ്റവും വലിയ തന്ത്രശാലികൾ എന്നൊക്കെ നമ്മൾ ഉച്ചപ്പെടും. പക്ഷെ സാധുക്കളായ മൃഗങ്ങൾ എത്രയോ ഭംഗിയായി അവരുടെ പ്രകൃതിയെ അവരുടെ അനുകൂലമായ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിത നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്നു എന്ന് നമ്മൾ സാധൂതം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. ബീവർ എന്ന് പറയുന്ന ചെറിയൊരു ജലജീവിയുണ്ട്. ഇവൻ പ്രകൃതിയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറാണ്. കിട്ടുന്ന പ്രകൃതിയാലുള്ള വസ്തുക്കൾ കൊണ്ട്, പാഴ്വസ്തുക്കളും മുളഞ്ഞില്ലകളും എല്ലാം കൊണ്ട് നദിക്ക് പുറകെ ഡാമുകൾ പണിയുക എന്നുള്ളതാണ് അവരുടെ കർമ്മം. അവർ ആ കർമ്മം ചെയ്യുന്നത് കൊണ്ട് അവർക്കാണ് മാത്രമാണ് ഗുണം അല്ല, അവിടുത്തെ സർവ്വചരാചരങ്ങൾക്കും അവിടുത്തെ ഗുണം കിട്ടും. എങ്ങനെയാണ്? വാട്ടർ ടേബിൾ അതനുസരിച്ച് കൂടും, ചുറ്റുപാടിലും ആ ജലസേചന സൗകര്യം ഉണ്ടാകും, കിണറുകളിൽ വെള്ള ലഭ്യത കൂടും. മാത്രവുമല്ല, ഇത്തരം ജീവികളുടെ പ്രവർത്തനങ്ങൾ അത് സന്തുലനാവസ്ഥയ്ക്ക് വളരെ അനുകരണീയവും അനിവേക്ഷണീയവുമാണ് എന്ന കാര്യം അറിയാതെ നമ്മൾ ഇത്തരം സാധു ജീവികളെ വേട്ട നടത്തി ഭക്ഷണമാക്കുന്നു എന്നുള്ളതാണ് ദുസ്ഥിതി. നമുക്കറിയാം, നമ്മുടെ കൂടെ വസിക്കുന്ന നായ്ക്കുട്ടികൾ നമ്മൾ എത്രമാത്രം ഫോർമൽ ലേണിംഗ് കൊടുക്കുന്നുണ്ട്, നമ്മൾ എത്രമാത്രം ശിക്ഷണം കൊടുക്കുന്നുണ്ട് ഇല്ല. പക്ഷേ നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒബ്സർവേഷൻ ഈസ് ദ മെയിൻ ടൂൾ ഫോർ ക്യാരക്ടർ ഫോർമേഷൻ എന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളായാലും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മാതാപിതാക്കൾ ഒരു കാരണവശാലും മക്കളുടെ മുമ്പിൽ വെച്ച് അകാരണമായി വഴക്കിടരുത്. കാരണമുണ്ടെങ്കിലും കാരണമില്ലെങ്കിലും വഴക്കിടരുത് എന്ന് പറയുന്നത് ആ റോൾ മോഡൽ ഫോർമേഷൻ വരുന്ന സമയത്ത് യങ് സ്റ്റേജിൽ 2 മുതൽ 12 വയസ്സിലുള്ള കാലഘട്ടത്തിൽ അവർ റോൾ മോഡലായി കാണുന്ന മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളുടെ മോശമായ വാക്കുകൾ, പെരുമാറ്റം, ഷണ്ട, ഇത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾക്ക് പുറമെ അവർ ആന്റി സോഷ്യലായി മാറാൻ 90% സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്.
അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ തലമുറയെ പരിപാലിക്കുന്നതിലും ഇത്തരം ഒരു കരുതൽ വേണം. പക്ഷെ ഒരു കരുതലും കൊടുക്കാതെ സാധു ജീവികൾ ചെയ്യുന്ന സൂചനകൾ അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണം എടുക്കുമ്പോൾ എത്ര മികവുറ്റതാണ് ഈ പ്രകൃതി എന്നും അത്തരം തരത്തിൽ അത്തരം നിലയിൽ ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംവിധാനവും ആ സംവിധായകന്റെ മികവും നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും നമ്മളുടെ നിസ്സാരത, നമ്മുടെ അഹം എന്ന ഭാവത്തിന് അർത്ഥമില്ലെന്നുള്ള വ്യക്തത, ഇതൊക്കെ അതിലൂടെയാണ് ചെയ്യുന്നത്. ഡോൾഫിൻ വളരെ രസകരമായ ഒരു സംഭവ കഥയുള്ളത്. ഒരു ക്രിസ്മസ് കാലത്ത് അച്ഛനും മകളും കുടുംബാംഗങ്ങളുമായ ഒരു ബോട്ടിൽ കടലിൽ സഞ്ചരിക്കുകയാണ്. യാദൃച്ഛികമായി തിരയടിക്കുകയും ആ ബോട്ട് കീഴ്മേൽ മറിയുകയും ആ മകൾ വെള്ളത്തിൽ അകപ്പെടുകയും ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ നിർവാഹമില്ല, തിരയാണ്, കോളുണ്ട്, കാറ്റുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത്ഭുതം എന്നേ പറയുള്ളൂ, ഇവര് കരയിൽ എത്തുന്നതിന് മുമ്പ് കുട്ടിയെ കരയിൽ എത്തിച്ചു. ആരെന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും പെട്ടെന്ന് ഇണങ്ങുന്ന ജീവിയാണ് ഡോൾഫിൻ എന്നാണ് പേര്. നമുക്കറിയാം, അതിനെ കാണുമ്പോൾ തന്നെ ചിരിച്ച മുഖവുമായിട്ടാണ്. മാത്രമല്ല, ട്രെയിൻ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു അനിമലാണ്. നമുക്കറിയാം, പല ഡോൾഫിനേറിയങ്ങളിലും വാട്സപ്പിൽ, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും, വാട്സപ്പിൽ അത്തരം ഷോകൾ കാണിക്കാം. ഒരു ട്രെയിനിങ്ങും ഇല്ല, ഒരു ഫോർമൽ ട്രെയിനിങ് ഇല്ല. അവിടെ പറയുന്നില്ല സഹജീവിയെ സംരക്ഷിക്കാൻ ആരും ഇതുപോലുള്ള ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നില്ല ഡോൾഫിനുകൾക്ക് വേണ്ടി. പക്ഷേ അതിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിന്റെ ബയോളജിക്കൽ കോൺഷ്യൻസിൽ അത്തരം വികാരം അല്ലെങ്കിൽ അത്രയും സച്ചിന്ത നിഴലിക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവാണ് ആ കുഞ്ഞിനെ ഒരു പരിക്കുമില്ലാതെ കരയിലെത്തിക്കുകയും ഏറ്റവും രസകരമായ കാര്യം, എല്ലാ വർഷവും തുടർന്നു വന്ന എല്ലാ വർഷവും ആ ദിവസം ആ സമയം ഇവരെ രക്ഷപ്പെടുത്തിയ ആ സ്ഥലത്ത് ഇവർ ബോട്ടിൽ പോവുകയും ഈ ആഹാരവുമായി ചെല്ലുമ്പോൾ ആ ഡോട്ട് കൃത്യമായി അവിടെ വിനിയോഗിച്ചു. നമ്മൾ ആരും 10 പ്രാവശ്യം വിളിച്ചവരെ റിമൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് വലിയ തിരക്കാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയുന്നില്ല. ഇത് ആരറിയുന്നു? അവിടെയാണ് ചിന്തിക്കുന്നത്. ഞാൻ എന്റെ തിരക്കുകൾ കൊണ്ട് ഞാൻ ശിശുപാല സാറെ എന്നെ ഓർമ്മിച്ചേക്കണം, 100 പരിപാടികൾ എന്തെങ്കിലും ആയതുകൊണ്ട് ഓർമ്മിക്കണം. അദ്ദേഹം അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അതൊരു വിഷമം തോന്നിയില്ല. അപ്പോ അത്തരം രീതിയിൽ നമ്മൾ ഇത്രയും ബുദ്ധിമാന്മാരാണെന്ന് ധരിക്കുന്ന അവസ്ഥയിൽ നമുക്കുള്ള പരിമിതികളാണ്. ഒരു റിമൈൻഡറോ ഒരു മൊബൈലോ ഒന്നുമില്ലാത്ത ഈ സാഹചര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ സൂക്ഷ്മതയോടെ കാണണം. അതിന് പുതുതലമുറയോടും നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയോടും നമ്മുടെ സീനിയർ സിറ്റിസൺസോട് പറയാനുള്ളത്, അത്തരം സെലക്റ്റീവ് ചാനൽസ് നമ്മൾ ഉപയോഗിക്കണം. അതായത് നമുക്ക് സഫാരി ചാനലുണ്ട്, ഡിസ്കവറി ചാനലുണ്ട്, ഹിസ്റ്ററി ആൻഡ് ലിവിംഗ് ചാനലുണ്ട്. നമുക്ക് യാതൊരു ചെലവില്ലാതെ പാസീവായിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്ന വിത്ത് ബാക്ക് ഹിസ്റ്ററി നമുക്ക് കിട്ടുക, നരേഷൻ ഉൾപ്പെടെ കിട്ടുകയാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആകുലത എന്താണ്? 50 കടന്ന എല്ലാ രക്ഷിതാക്കളുടെ ആകുലത ഇന്നത്തെ കൊച്ചുങ്ങൾ ഒട്ടും വായിക്കുന്നില്ല. ആ മോളൊക്കെ പേപ്പറൊന്നും വായിക്കുന്നില്ലെന്നൊക്കെ ആയിരിക്കും വീട്ടിലെ പറയാം. ശരിയല്ലേ? പത്രം കാണാറുണ്ടോ? അല്ലെ, കാണാറില്ല. അവിടെ എവിടെയോ കിടക്കുന്ന അറിയാം, അല്ലേ? ശരിയല്ലേ? അതാണ് ഇന്നത്തെ അവസ്ഥ. എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഫിംഗർ ടിപ്സിൽ എത്താൻ ഇന്ന് സംവിധാനമുണ്ട്. നിങ്ങൾ ഓർക്കുക, നമ്മുടെ കടമനയുടെ മഹത്തായ കവിതയുണ്ട്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അങ്ങനെ നിങ്ങളായിരുന്നു. അവിടെ നമ്മൾ സഞ്ചരിച്ചെടുത്തുന്ന നമ്മളുടെ തോളിൽ നിന്നുമാണ് അവിടെ തുടങ്ങിയത്. നമ്മൾ യഥാർത്ഥത്തിൽ പണ്ട് രസത്തിന് പറയും, നമ്മളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ മുൻജന്മത്തിൽ ശത്രുക്കളായിരുന്നതാണ് ഇപ്പൊ നമ്മളുടെ മക്കളായിട്ട് വന്നത്. അത് എന്തുകൊണ്ട് പറഞ്ഞതാണ്? ഓരോ വീട്ടിലും ഈ അടിപിടി കണ്ടിട്ട് ആരോ പറഞ്ഞത്, രസികൻ പറഞ്ഞതാണ്, അല്ലേ? മാർക്ക് കുറഞ്ഞു പോയ, ഫസ്റ്റ് റാങ്ക് കിട്ടി, 2 റാങ്ക് നമുക്ക് നീറ്റ് പരീക്ഷയിൽ അറിയാം. ഇപ്പൊ എത്ര റാങ്കാണ് ഫസ്റ്റ് റാങ്ക്? അല്ലേ? അതെന്തിനു വേണ്ടിയാണ്? അമ്മമാരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി അമ്മമാരുടെ അടിപിടിയാവണം. അപ്പൊ അതിനുവേണ്ടി റാങ്ക് ആ രീതിയിലാക്കി. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ വളരെ സൗഹാർദ്ദപരമായി ഫ്രണ്ട്ലി ആയി ഇരിക്കുക. ലേണിംഗ് ആണ് പ്രധാനം. നമുക്ക് മാർക്കല്ല പ്രധാനം, ലേണിംഗ്, ഹൗ ടു ബിഹേവ് വിത്ത് അതേഴ്സ്, അത് ഏറ്റവും പ്രധാനം. എങ്ങനെ ആളുകളോട്, മറ്റുള്ളവരോട് പെരുമാറണം എന്ന ക്യാരക്ടർ ഫോർമേഷൻ ആണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വികാസം അല്ലെങ്കിൽ വ്യക്തിത്വത്തിലെ അടിസ്ഥാനം. പിന്നെ അപ്പോഴും ചോദിക്കാതിരിക്കും, ചിന്തിക്കാതിരിക്കും, ഞാൻ പറഞ്ഞു പോയാൽ ഞങ്ങളുടെ കൊച്ചുങ്ങളൊക്കെ പെരുവഴിയിലാവും എന്നാണ് ഇപ്പൊ അമ്മമാര് ചിന്തിക്കുന്നത്.
സത്യത്തിൽ അങ്ങനെയല്ല. നല്ല സ്വഭാവം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അവര് ഉന്നത വിജയങ്ങളിലേക്ക് സ്വാഭാവികമായി എത്തപ്പെടും എന്നുള്ളതാണ് അവരുടെ അനുഭവ സാക്ഷ്യം. അപ്പൊ കുഞ്ഞുങ്ങൾ മൊബൈലിൽ കളിക്കുന്നു, TV കാണുന്നു, ഇതിലൊന്നും പരാതി പറയരുത്. പക്ഷേ കാണുന്നത് ഏതാണ് എന്ന് ശ്രദ്ധിക്കേണ്ടതും അവരെ ഗൈഡ് ചെയ്യേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് രക്ഷാകർത്താക്കൾ അതിനകത്ത് യാതൊരു വീഴ്ചയും കാണിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന നൂതന അറിവുകൾ നിങ്ങളുടെ സന്തോഷത്തോടെ പങ്കുവെക്കുക. എന്താണ് അവർ കാണുന്നത് അല്ലേ? നമുക്കറിയാം ഇപ്പം മെമ്മറിയെ കുറിച്ച് മെന്റലിസം എന്ന് പറയുന്ന പുതിയ ഒരു ഡെവലപ്മെന്റ്. വളരെയധികം പസിൽഡ് ആയിട്ടുള്ള ഫിഗറുകളായാലും വേർഡ്സുകളായാലും സെന്റൻസുകളായാലും കൊടുത്താൽ, അല്ലെങ്കിൽ പേജ് കണക്കിനുള്ള മാച്ച് കൊടുത്താൽ സ്കാൻ ചെയ്യുന്നത് പോലെ അവർ മെമ്മറിയിലേക്ക് അത് എടുക്കുകയും വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അവർക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും. ഇത് നമുക്കാർക്കെങ്കിലും ഉണ്ടോ? നമുക്കിപ്പോ തീരെ കുറഞ്ഞു വരികയാണ്. നമുക്ക് മൊബൈൽ വന്നതോടുകൂടി എന്ത് പറ്റി? നമുക്ക് പണ്ട് ലാൻഡ് ലൈൻ നമ്പേഴ്സ് മിനിമം 10-25 എണ്ണമെങ്കിലും ബൈ ഹാർട്ടാണ്. ഇന്ന് പക്ഷെ രസകരം, ഈ 50 കഴിഞ്ഞ ആളുകൾക്ക് പലരും അവരുടെ ഫോൺ നമ്പർ പോലും അറിയില്ല. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അടുത്തേക്കുന്ന കൊച്ചിക്കിടന്ന മക്കളെ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ ഈ ഫോണൊക്കെ തരാം, നിന്റെ ഫോൺ നമ്പർ അതിൽ അടിച്ചോളാൻ. അപ്പോ അതിലേക്ക് റിങ് ചെയ്യുമ്പോൾ നമ്പർ കിട്ടും. സ്വന്തം ഭാര്യയുടെ ഭർത്താവിന്റെ ഫോൺ നമ്പർ പോലും അറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ രസക കുതന്ത്രന്മാര് അപ്പടി ചോദിക്കും, കാമുകന്മാരുടെയും കാമുകിയുടെയും നമ്പർ യാതൊന്നും മറക്കുന്നില്ലല്ലോ എന്നും ചോദിക്കും. അത് ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി നമ്മൾ ഏത് വിഷയത്തെ സമീപിക്കുമോ അത് പെട്ടെന്ന് നമുക്ക് സ്വാംശീകരിക്കാനും ലേൺ ചെയ്യാനും അത് മെമ്മറിയായി കീപ്പ് ചെയ്യാനുള്ള സംവിധാനം. അപ്പോ താല്പര്യമാണ് ഏറ്റവും പ്രധാനം. ഇൻട്രസ്റ്റ്. ധർമ്മത്തിലും അത് പറയണം. നീ ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിനക്ക് മാത്രമല്ല സമൂഹത്തിന് മൊത്തം. അതുകൊണ്ടാണല്ലോ ഗുരു പ്രത്യേകം പറഞ്ഞ് വളരെയധികം ക്ലീശേ പോലെ ആയ അവനവൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഗുണമായി വരണം എന്ന് ഗുരു പ്രത്യേകം ഊന്നി പറഞ്ഞത്. ഇപ്പം പറഞ്ഞത് ക്ലീശയായി, എന്നാലും അതിന്റെ സാരാംശത്തിൽ ഒട്ടും ന്യൂനത വന്നിട്ടില്ല. അപ്പോ അത് ആ തരത്തിൽ നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ജീവിതയാത്രയിൽ നിന്നുള്ള ടോപ്പിക്ക് തന്നെ ആയതുകൊണ്ടാണ് ഇത്തരം ആനുകാലിക വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വന്നത്. നമുക്കറിയാം രാഷ്ട്രീയം ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ചിലർ പറയും രാഷ്ട്രീയം എനിക്ക് യാതൊരു താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ന്യൂസ് കാണാറില്ല, എനിക്ക് വോട്ട് ചെയ്യാൻ തന്നെ പോകാൻ താല്പര്യമില്ല, പിന്നെ അവർ വണ്ടി കൊണ്ടുവന്ന് നമ്മളെ ചുമന്നുകൊണ്ട് പോകുന്നതുകൊണ്ട് അവരുടെ മുഖത്ത് പിന്നെയും നോക്കേണ്ടതല്ല എന്ന് വിചാരിച്ച് വോട്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നു. പക്ഷേ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്, ആ ഭരണഘടന ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute the constitution. അതായത് ജനങ്ങളാകുന്ന നമ്മൾ തയ്യാറാക്കി നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടി ആളുകളെ ഏൽപ്പിക്കുന്നു എന്നാണ് മുഖവരയിൽ അല്ലെങ്കിൽ ആമുഖത്തിൽ പ്രിയാമ്പിൾ തന്നെ പറയുന്നത്. അപ്പോൾ അവിടെ പ്രസക്തി ഉണ്ട്. നമ്മൾ വോട്ട് ചെയ്യാതിരിക്കുകയല്ല വേണ്ട, വോട്ട് ചെയ്യണം. നമ്മളുടെ ഒരു സേ ആണത്. അത് എന്തിനു വേണ്ടിയാണ്? രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളൊരു കറക്റ്റീവ് ഫോഴ്സ് ആണ്. ഇപ്പൊ ഇവിടുത്തെ ഒരു കുഴപ്പം, ഇത് പട്ടം വിട്ട പോലെ ഒരു പരിപാടിയാണ്. 5 വർഷത്തേക്ക് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അല്ലേ? അതേസമയം ഇലക്ഷന്റെ മുന്നേ ഒരു 3 മാസ കാലഘട്ടം ഉണ്ടെങ്കിൽ 30,000 തവണ വോട്ടർ എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് കാണും. പക്ഷെ അത് കഴിഞ്ഞ പട്ടത്തിന്റെ നൂല് പൊട്ടിയതുപോലെ ഞാൻ പോകും. പക്ഷെ എങ്കിലും അവിടെയും മനുഷ്യപ്പറ്റോടും മനുഷ്യത്വത്തോടും വളരെ കരുതലോടും കൂടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളുണ്ട്. അവരടുത്ത തവണയും ജയിച്ചു വരണം, പ്രവർത്തിക്കാതിരുന്നവർ വരരുത് എന്ന ആഗ്രഹം നിങ്ങൾ വോട്ടർ എന്നുള്ള നിലയിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സമ്മതിദാന അവകാശം യഥാസമയം രേഖപ്പെടുത്തണം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, പൗരധർമ്മമാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് നമ്മളുടെ പിന്നെയുള്ള തലമുറ, നമ്മുടെ മക്കൾ, കൊച്ചുമക്കളെല്ലാം അനുവർത്തിക്കുന്നത് എന്നും കൂടി നമ്മൾ ഓർക്കണം. നമുക്കറിയാം എല്ലാ ദിവസവും ഇവിടെ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നിലവിളക്ക് കൊളുത്തിയാണ് നമ്മൾ പ്രഭാഷണ കർമ്മത്തിലേക്ക് പോകുന്നത്. ഭാരത സംസ്കാരം നമുക്ക് പകർന്നു നൽകിയ ഒരു കാര്യം തന്നെയാണ്. ഏത് ശുഭകാര്യത്തിലും ദീപം നല്ലതാണ് എന്നാണ്. ദീപം
തിരിയുടെയോ തീപ്പെട്ടിയുടെ പ്രത്യേകത കൊണ്ടല്ല, മറിച്ച് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ആ പോസിറ്റീവ് എനർജി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ദീപം. നമുക്കറിയാം, പണ്ട് നമുക്ക് മണ്ണെണ്ണകളൊക്കെ ഉള്ളൂ. അതും പണ്ട് മഹാനായ കാതികൻ സാംബശിവൻ പറഞ്ഞതുപോലെ ഓലക്കുടിയിലാണെങ്കിൽ അല്ലെങ്കിൽ ചെറ്റക്കുടിയിലാണെങ്കിൽ ഏതെങ്കിലും കിട്ടുന്ന തകരപാത്രത്തിൽ ഒരു കുഴിയിട്ട് അതിലൊരു തിരിയും തിരിച്ചു വെച്ച് മണ്ണെണ്ണയും ഒഴിച്ച് അതിനെ കത്തിച്ചു കൊടുക്കുകയാണ്. ആ ദീപനാളത്തിലാണ് പഠിച്ച് വളർന്ന തലമുറകൾ. ദീപനാളത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ ഡേവിഡ് വില്യംസും ലാംബിയർ കോളിൻസും കൂടെ, ആ രണ്ടുപേരെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. ഫ്രീഡം കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട്? ബുക്കാണ്. യെസ്, കറക്റ്റ്. ഒരു കയ്യടി കൊടുക്കാം. ഫ്രീഡം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകമാണ്. ആ പുസ്തക രചനയ്ക്ക് വേണ്ടി വിദേശീയരായ ഈ രണ്ടാൾക്കാർ രാഷ്ട്രപിതാവായ മഹാത്മജി, അത് രാഷ്ട്രപിതാവ് സ്ഥാനം കിട്ടിയിട്ടില്ല, മഹാത്മജിയെ കാണാൻ ചെന്നു. 8:30 മണിയായി. വാതിക്കൽ ചെന്നപ്പോൾ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു, ഇന്ന് ഗാന്ധിജിയെ കാണാൻ പറ്റില്ല, അദ്ദേഹം പ്രാർത്ഥനയിലേക്ക് കടന്നു, ഇനി വിശ്രമത്തിലാണ്, നാളെ കാണാൻ പറ്റും. അവര് പിന്നെ നമ്മളെ പോലല്ല, നമ്മളിറങ്ങി ഒരു വഴിക്ക് പോയ ഒരു എക്സ്ക്യൂസ് കിട്ടിയാൽ അതൊരു നല്ല കാര്യം, നമുക്ക് ആ വഴിക്ക് പോകാൻ. പക്ഷെ അവർ വിടത്തില്ല. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അവരുടൻ തന്നെ അടുത്ത ആളെ ലക്ഷ്യമിട്ടു. ആരാണ്? ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പുള്ള അവസ്ഥ. അവിടെ ചെന്നപ്പോ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്ത് അവിടെ ചെന്നു. 9:30 മണിയായി. അവിടെ ഇത് തന്നെയാണ് മറുപടി. അദ്ദേഹം ഇന്നാരെയും ഇനി കാണുകയില്ല. ഹതാശരാകാതെ ഈ 2 ബ്രിട്ടീഷുകാർ വീണ്ടും യാത്ര ചെയ്തു. വെളുപ്പിന് 1:45 ഒരു ജനലിൽ കൂടി ഒരു എന്താ പറയാ മണ്ണെണ്ണ വിളക്കിന്റെ തിരുനാളം പ്രകാശിക്കുന്നതായി കണ്ടു. അങ്ങനെ ഇവർ അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുമ്പോ അവിടെ കാവൽക്കാരുമില്ല, പരിചാരകരുമില്ല, ആരുമില്ല. അത് ബാബാ സാഹിബ് അംബേദ്കർ ആയിരുന്നു അവിടെ ഇരുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഫോട്ടോ നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഇത് വിവരങ്ങളെല്ലാം ഇവർ ആരാഞ്ഞതിന് ശേഷം ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ കൊണ്ട് ചോദിച്ചു. ഞങ്ങൾ ആദ്യം മഹാത്മജിയുടെ അടുത്ത് പോയി. 8:30 മണിക്കാണ് ചെന്നത്. പക്ഷെ അദ്ദേഹത്തെ കാണാൻ ഇന്ന് സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത് ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോഴും ഇതേ മറുപടിയാണ് കിട്ടിയത്. എന്താണ് അങ്ങ് ഈ 1:30 മണിക്കും ഉറങ്ങാതെ കിടക്കുന്നത്? അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടി, ചെറിയ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞത്, മഹാത്മജിക്ക് ഉറങ്ങാം, ജവഹർലാൽ നെഹ്റുവിന് സുഖമായി ഉറങ്ങാം. കാരണം അവർക്ക് സുഖമായി ഉറങ്ങാൻ, അവരെ നോക്കാൻ, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, അവർ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുകളുണ്ട്. അതേസമയം ഞാൻ ഉറങ്ങിയാൽ എന്റെ സമുദായത്തെയോ സമൂഹത്തെയോ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനോ പറ്റില്ല എന്നാണ് അദ്ദേഹം ആശയം പങ്കുവച്ചത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ബറോഡ രാജാവിന്റെയൊക്കെ സഹായത്തോടുകൂടി ഉന്നത വിദ്യാഭ്യാസം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. ബാല്യകാലത്ത് അദ്ദേഹത്തിന് ഏറ്റപ്പെട്ട ജാതി ചിന്തയുടെ ഏറ്റവും ഭീഭത്സമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ രൂപീകരണത്തില് ശക്തി പകരുന്നതായിരുന്നു. മോളെ ഒരു കാര്യം ചെയ്യണം, അത്ര പുസ്തകങ്ങൾ വായിക്കണം. ഇപ്പൊ ഒരാളെയൊക്കെ കണ്ടോളില്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും 2-3 പേര് ബാക്കിലുണ്ട്. അത് വേറെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോ എന്താ പറയാ, സ്വാതന്ത്ര്യം അർദ്ധരാത്രി അല്ലെങ്കിൽ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് ഇവിടുത്തെ ലൈബ്രറിയിൽ തന്നെ കാണും. കുട്ടികളൊക്കെ കാണും കേട്ടോ. ആ ബുക്ക് എടുക്കണം, അതിനെ മനസ്സിരുത്തി വായിക്കണം. ഒന്നല്ല, പല തവണ വായിക്കണം. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്താണെന്ന് മനസ്സിലാവുകയും നമുക്ക് അഭിമാനം കൊള്ളുകയും ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വായിക്കേണ്ട ഒരു മഹത് ഗ്രന്ഥമാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണം. ആരാണ് എഴുതിയത്? ഐ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്, അല്ലേ? MK ഗാന്ധി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി രചിച്ച പുസ്തകമാണ്. അപ്പൊ ഇത്തരം പുസ്തകങ്ങൾ, മഹത്തുക്കളുടെ ജീവചരിത്രങ്ങൾ, അതോടൊപ്പം തന്നെ ചരിത്ര പുസ്തകങ്ങൾ, ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുകയും അതിന്റെ അന്തസ്സാരം മനസ്സിലാക്കുകയും അത്തരം സ്ഥലികളിലേക്ക് നമ്മൾ കടന്നെല്ലാം കഴിയുകയും ചെയ്യണം.
നമുക്കറിയാം നമ്മളുടെ രാജ്യത്ത് 5 എന്തുണ്ട് ജന്തർ മന്തർ കേന്ദ്രങ്ങളുണ്ട്. എന്താണ് ജന്തർ മന്തർ? ഡൽഹിയിൽ പോയിട്ടുണ്ടോ? അതിപ്പോ അയാൾ പിടിക്കുന്നത് അയാൾക്ക് മാത്രം ചോദിക്കണം. ഡൽഹിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ഡൽഹിയിലെ കേരള ഹൗസിന് വളരെ സമീപത്തായിട്ട് ആണ് ജന്തർ മന്തർ എന്ന നിർമ്മിതി ഉള്ളത്. ഇത് രാജസ്ഥാനിലെ ഒരു രാജാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ഒരു സിസ്റ്റമാണ്. ഇതിന്റെ ഒരു അത്ഭുതം, ഞങ്ങൾ 2022 കൽക്കട്ടയും അതുപോലെ ഡാർജിലിംഗും പിന്നെ രാജസ്ഥാൻ സന്ദർശിക്കുന്ന വേളയിൽ അവിടെ പോയപ്പോഴാണ് അവിടുത്തെ ഒരു ജന്തർ മന്തർ നമ്മൾ സന്ദർശിക്കാനിടയായത്. അപ്പോ ആദ്യം വിചാരിച്ചു സ്പീഡുമാരൊക്കെ കൂടും, നമ്മുടെ ഇവിടുത്തെ ആട്ടോക്കാർ കൂടുന്ന പോലെ തന്നെ കൂടിയിട്ട് വലിയ റേറ്റാണ് ചോദിക്കുന്നത്. 500 രൂപ ഫീസായിട്ട് വേണം. ആദ്യം നമ്മൾ സ്വാഭാവികമായിട്ട് റിലാക്റ്റഡ് ആവും. 500 രൂപ ഒരു കുറച്ച് കാര്യമൊന്നും പറഞ്ഞു തരുന്നതിന്. പക്ഷെ ആദ്യം വേണ്ട എന്ന് തോന്നിയെങ്കിലും നമ്മളുടെ അടുത്ത നിർമ്മിതിയും ബാക്കിയുള്ളത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആരെങ്കിലും ഹെൽപ്പ് ഇല്ലാതെ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന്റെ കുറെ കോൺക്രീറ്റ് നിർമ്മിതികൾ മാത്രമേ, കാനായി കുഞ്ഞിരാമന്റെ ശില്പങ്ങൾ പോലെ കുറെ നിർമ്മിതികളാണ്. പക്ഷെ ആലോചിച്ചു നോക്കൂ, അന്ന് നമുക്ക് വിത്ത് ഡെമോ കാണിച്ചു തന്നു. ഒരു ടെലസ്കോപ്പ് പോലെ കോൺക്രീറ്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന മെറ്റൽ ഇത് ആംഗിളും കൊടുത്തിരിക്കുന്നു. ഇതിനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തിട്ട് പുള്ളി പറഞ്ഞു ഇതിലെ കൂടെ ആ റിയർ മിററിൽ കൂടെ ആ റിയർ ബ്ലേഡിൽ കൂടെ നേരെ നോക്കൂന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ ഒരു നക്ഷത്ര സമൂഹത്തെ കാണാൻ പറ്റും. പുള്ളി എന്ന് പറഞ്ഞു ഇന്ന് ജൂൺ 21 അത് അശ്വതി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ്. ഇത് നമ്മുടെ ഇന്നത്തെ ശാസ്ത്രത്തിന് പോലും പ്രാപ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു രാജാവാണ്, ആ ഒരു രാജാവ് മേസന്മാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. എപ്പോഴും മേശ്രിമാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇന്ന് പലരും വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഡിസൈനൊക്കെ പറഞ്ഞു കൊടുത്ത് പോയിട്ട് വന്നാൽ വൈകിട്ട് വന്നാൽ വേറെ രീതി അവർ ചെയ്തു വെച്ചിരിക്കും. അതാണ് ഇന്നത്തെ മേസൻ. അന്ന് പക്ഷേ അത്രയും സൂക്ഷ്മമായ ഗണിതങ്ങളോട് കൂടി ചെയ്യുന്ന ഒരു നിർമ്മിതി, അത്രയും നിർമ്മിതികളും ദൈവം എന്ന് കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് കാണിക്കണം. നമ്മുടെ മഹാനായ APJ അബ്ദുൽ കലാം മിസൈൽ മാൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമൊക്കെ അറിയാമല്ലോ, രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ്. തീരദേശത്തിനടുത്താണ്, രാമേശ്വരം ക്ഷേത്രത്തിനും അടുത്താണ്. ബാല്യകാലം വളരെയധികം പരിതാപകരമായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രവിതരണം ഒരു ഉപാധിയാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം തീരദേശത്ത് കടൽ തീരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന മാഷ് വന്ന് ചോദിച്ചു, എന്താണ് ഇവിടെ നീ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഈ പട്ടം പറക്കുന്നതൊക്കെ നോക്കുകയാണ്. അപ്പോ ടീച്ചർ ഉടൻ തന്നെ ചോദിച്ചത്, ഈ പട്ടത്തെ മാത്രമേ കാണുന്നുള്ളൂ, അതിന്റെ അപ്പുറത്തോട്ടൊന്നും കാണുന്നില്ല, അത് കുറെ പരുന്തുകൾ പറക്കണം, നീ അതിനെ കുറിച്ച് ചിന്തിക്കുക, പരുന്തുകൾ എങ്ങനെയാണ് പറക്കുന്നത്, പട്ടം എങ്ങനെ പറക്കുന്നു, ഈ 2 കാര്യങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചിട്ട് എനിക്കൊരു മറുപടി തരണം. 2 ആഴ്ച കഴിഞ്ഞു. അതിൽ നിന്നാണ് അദ്ദേഹം ആശയം ഉൾക്കൊള്ളുകയും ലോകത്ത് ഈ പറഞ്ഞ അഗ്നി മിസൈൽ തുടങ്ങിയ എല്ലാത്തരം ആധുനിക മിസൈലുകളെല്ലാം ആവിർഭാവം ചെയ്തത് APJ അബ്ദുൽ കലാമിന്റെ ആ സ്പാർക്കിൽ നിന്നാണ്. അപ്പൊ അത്തരം നല്ല ചിന്തകൾ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് സന്നിവേശിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പം വിചാരിക്കും ഇതെല്ലാം കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നത്, മുതിർന്നവർക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും, അതായത് ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ച് പ്രവൃത്തി മാർഗമാണ് അവർക്ക് മോക്ഷമായിട്ട് ഉള്ളത്. അതേസമയം സന്യാസികളെ സംബന്ധിച്ച് അവർക്ക് നിവർത്തി മാർഗവുമാണ് ഉള്ളത്. അപ്പൊ ആ നിവർത്തി മാർഗം എങ്ങനെ അനുഷ്ഠിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി ഈ ശ്രീനാരായണ ധർമ്മത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് പാരോപദേശകം എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റിനെ കുറിച്ച്, അതായത് നവജാത ശിശുവിനെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത്, വളർത്തിയെടുക്കേണ്ടത് എന്ന് ഗുരു പറയുന്നത്. ജനിച്ച് 15 ദിവസം കഴിഞ്ഞ് 3 മാസത്തിനകം വിളിക്കാൻ ഭംഗിയുള്ളതും അല്ലെങ്കിൽ കേൾക്കാൻ ഇമ്പമുള്ളതും അർത്ഥവത്തുമായ ഒരു നാമം നൽകണം. എന്നുവെച്ചാൽ നാമകരണ പ്രക്രിയ. അല്ലാതെ ഇവിടെ ഇപ്പോ നമ്മൾ കുറെ പേര് ചെയ്യുന്നത് 27 ദിവസത്തിന്റെ അന്ന് ആൺകുട്ടിക്ക് ചരടുകെട്ട്, 28ന്റെ അന്ന്
പെൺകുട്ടിക്ക് ചരടുകെട്ട് അല്ലെ നൂലുകെട്ട് അവിടെ തന്നെ അമ്മമാര് തന്നെയാണ് ഈ ജെൻഡർ ഡിഫറൻസ് ഉണ്ടാക്കിയത്. സ്വന്തം മക്കളെ നമ്മൾ വേർതിരിച്ച് കാണിക്കണ്ട. അവിടെ ലിംഗഭേദമൊന്നുമില്ല. രണ്ടുപേരും ഈ പറഞ്ഞതാണ് ഗുരു പറഞ്ഞതാണ് വ്യക്തമായി. ജനിച്ച് 15 ദിവസം കഴിഞ്ഞ് 3 മാസത്തിനകം നല്ലൊരു മുഹൂർത്തം നോക്കി ഈ പറഞ്ഞ വിളിക്കാൻ ഇമ്പമുള്ളതും അർത്ഥമുള്ളതുമായ നാമം അല്ലെങ്കിൽ പേര് വിളിക്കണം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഗുരുദേവന്റെ സന്ദേശം അതേപടി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അറിയാം, നമ്മുടെ ബ്രഹ്മചര്യമാണ് ആ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പിന്നുള്ള ഘട്ടം. അതായത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. നേരത്തെ പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ആംഗിൾ നോക്കുമ്പോൾ ഒബ്സർവേഷന് ഏറ്റവും അധികം പ്രാധാന്യമുള്ളതും ലേണിംഗ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതും ബ്രെയിൻ ഡെവലപ്മെന്റ് അതിന്റെ വളരെ ത്വരിതഗതിയിൽ നടക്കുന്നതുമായ ഒരു ശൈശവ ദശയാണ് ഈ പറഞ്ഞ 12 വയസ്സ് വരെയുള്ള കാലം. ആ കാലത്താണ് നമ്മൾ എന്ത് വേണം, ചിന്തകളും നല്ല സംഗീതമായാലും നല്ല വചനങ്ങളായാലും എല്ലാം കൂടി പറഞ്ഞു നൽകേണ്ടത്. നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, അഭിമന്യുവൊക്കെ ഗർഭത്തിൽ വെച്ച് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഇത് വൈകി അശ്രദ്ധനായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തു പറ്റിയത്, പത്മവ്യൂഹം ഭേദിച്ചു പുറത്തു കിടക്കാൻ പറ്റാതായി പോയത്. അപ്പോ അശ്രദ്ധ എന്നുള്ളത് നമുക്ക് അടിവരയിടണം. അവിടെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കഥാസന്ദർഭത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. പിന്നെ നമ്മൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ ബ്രഹ്മചര്യത്തിലൂടെ വിദ്യാഭ്യാസം നിർവഹിക്കുകയും പണ്ടത്തെ കാലഘട്ടത്തിൽ പറഞ്ഞത് 24 വയസ്സായ ഒരു പുരുഷനും 18 വയസ്സായ പെൺകുട്ടിക്കും വിവാഹിതരാകാം എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, കാലഘട്ടത്തിന് അനുസരിച്ച് അതിനനുസൃതമായി നമ്മൾ നമ്മുടേതായ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ 24 വയസ്സുള്ള ഒരു മകനെയും 18 വയസ്സുള്ള ഒരു മകളെയും നമ്മൾ വിവാഹം കഴിച്ചയക്കാൻ താല്പര്യപ്പെടത്തില്ല. 90% മാതാപിതാക്കൾ താല്പര്യപ്പെടത്തില്ല. പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം വളരെയധികം പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പെൺകുഞ്ഞുങ്ങളെ തീർച്ചയായും അവരെ സ്വന്തം കാലിൽ നിൽക്കുന്ന രീതിയിലേക്ക് അവർ വിദ്യാഭ്യാസം നൽകണം. അപ്പൊ ആ 18 വയസ്സിനകത്ത് അതൊരിക്കലും സാധ്യമല്ല തന്നെ. അപ്പോ 25 വയസ്സ് വരെയെങ്കിലും അവർക്ക് പഠിച്ച് നല്ലൊരു ജോലി നേടാൻ ഒരു അവസരം രക്ഷിതാക്കൾ ഒരുക്കണം. അതോടൊപ്പം തന്നെ മകന് ഈ പറഞ്ഞതുപോലെ 27-28 വയസ്സിനകത്ത് നല്ലൊരു ജോലി സമ്പാദിക്കുക, ഒപ്പം ഒരു കുടുംബത്തെ പോറ്റുവാനുള്ള പ്രാപ്തിയും അതിനുള്ള ധനവും സമ്പാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യം. അത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ലക്ഷ്യവും. അയം ആത്മാ ബ്രഹ്മ തത്വമസി ഇതൊക്കെ പറയുമ്പോൾ തന്നെ അഹം ബ്രഹ്മാസ്മി ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഗുരു നമുക്ക് കാണിച്ചു തരികയാണ്. ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ടതല്ല. ഞാൻ തന്നെയാണ് നീ, അല്ലെങ്കിൽ നീ തന്നെയാണ് ഞാൻ, അല്ലെങ്കിൽ തത്വമസി ഈ പറയുന്നതെല്ലാം അഹം ബ്രഹ്മ ഇതൊക്കെ പറയുന്നത് എന്താണ്, ദൈവം എന്ന് പറയുന്നത് നാം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രതിഷ്ഠാകർമ്മങ്ങളിലൂടെ ഇതിനെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവന്ന് ഗുരുദേവൻ അവസാനം കണ്ണാടി പ്രതിഷ്ഠാനം നോക്കി ആ കണ്ണാടിയിൽ സ്വന്തം രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുവാനാണ്. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള സത്തയെ അകക്കണ്ണ് തുറന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് ചരിയിലേക്ക് പോവുകയും സമൂഹത്തിന് വളരെയധികം ഗുണമുള്ളവരാകുകയും ചെയ്യുക എന്നതാണ് ശ്രീനാരായണ ധർമ്മത്തിന്റെ വേറൊരു ലക്ഷ്യം. പിന്നെ ഇതിന്റെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സമജീവികളെ നമ്മളായി അല്ലെങ്കിൽ നമ്മളിൽ ഒരുവനായി കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇക്കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം നടക്കുന്നത്. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മളുടെ മകനെ നല്ല രീതിയിൽ വളർത്തിയാൽ അവനൊരു ക്രിമിനല്ലാതായി മാറും. നല്ല രീതിയിൽ വളർത്തിയാൽ അപ്പോ അത് സമൂഹത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു മുത്തായിരിക്കും. സദ്ഗുണ സമ്പന്നനായ ഒരു മകൾ എന്ന് പറയുന്നത് തീർച്ചയായും ഭാവിക്ക് കരുത്ത് തന്നെയാണ്, അടിസ്ഥാനമാണ്. അപ്പൊ ആ ഒരു ശ്രദ്ധയും നമുക്ക് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളും ആ ഇതിലേക്ക് വരികയും വേണം. പിന്നെ ഒരു വിവാഹിതയാകാനുള്ള യോഗ്യതയെ കുറിച്ചും ഗുരുദേവൻ കൃത്യമായി പറയുന്നുണ്ട്. വെറും വിദ്യാഭ്യാസം മാത്രം പോരാ, എഴുത്തറിയുകയും ഗൃഹഭരണം നോക്കി നടത്താൻ
കെൽപ്പുള്ളവളുമായിരിക്കണം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു വിവാഹിതയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ അടിസ്ഥാന യോഗ്യത എന്ന് ഗുരുദേവൻ പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പുരുഷനായാലും സ്ത്രീക്കായാലും മരനായാലും വധുവിനായാലും ജീവിതത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട്, നല്ലൊരു ഭാവിയെ കുറിച്ചുള്ള വീക്ഷണവും ഉണ്ടായിരിക്കണം. അതായത് ഇതര മതസ്ഥാപനങ്ങൾ അത് വളരെ കൃത്യമായി ചെയ്യുന്നു. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് അവര് എന്താണ് വിവാഹബന്ധമെന്നും എന്താണ് കുടുംബത്തിന്റെ പ്രാധാന്യമെന്നും എന്താണ് ആ സമൂഹത്തിലുള്ള അതിന്റെ പങ്ക് എന്നും വ്യക്തമാക്കുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ സൈക്കോളജി എന്താണ്, ഫിലോസഫി എന്താണെന്നും അതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളാണ് അവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് ജീൻസമ്മയോടും അതോടൊപ്പം തന്നെ ശിശുപാലൻ സ്വാമിയോടും പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളിൽ നമ്മുടെ മൂല്യബോധം അതോടൊപ്പം തന്നെ നമ്മുടെ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു അറിവും അതിന്റെ അഭിമാനവും കണ്ടെത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ, അത് വെക്കേഷൻ ടൈമിലോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു 1.5 മണിക്കൂർ വെച്ച് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയാൽ തീർച്ചയായും ഇവര് നമ്മളുടെ അടുത്ത തലമുറയിലെ ഏറ്റവും വലിയ ഡ്രീമുകളായി. അത് അന്നൊരു പ്രത്യേക മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നടക്കും. പ്രത്യേകിച്ച് പ്രൊഫസർ എന്നുള്ള നിലയിൽ ദീർഘകാലത്തെ അനുഭവം ഉള്ളതുകൊണ്ടും ആ തരത്തിൽ അതൊരു ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്ക് യജ്ഞങ്ങൾ പലതുമുണ്ട്. നമ്മൾ യജ്ഞങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഭഗവാൻ ബുദ്ധനെ അറിയാതെ തോന്നുന്നു. ഏറ്റവും സുഖലോലുപതയിൽ കഴിയാൻ സാഹചര്യമുള്ള ഒരു യുവ രാജാവായിരുന്നു ശ്രീ ബുദ്ധൻ. ആ ബുദ്ധൻ തന്നെ ഇതിന്റെ വ്യാകുലതകളൊന്നും അറിയിക്കാതിരിക്കാൻ രക്ഷാകർത്താക്കൾ, ഇന്നത്തെ രക്ഷാകർത്താക്കളെ പോലെ തന്നെ ദുഃഖങ്ങളോ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും അറിയാതിരിക്കാൻ അദ്ദേഹം എപ്പോഴും ജാഗരൂകനായിരുന്നു. നല്ല സ്ഥലങ്ങളിലേക്ക് പോവുക. നമുക്കറിയാമല്ലോ, പ്രധാനമന്ത്രി വരുമ്പോ അല്ലെങ്കിൽ പ്രസിഡന്റ് വരുമ്പോ നമ്മുടെ റോഡുകളൊക്കെ പെട്ടെന്ന് മിനുക്കും. എന്തൊക്കെ വിപത്തുകളുണ്ടോ അതെല്ലാം നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യും. അതുപോലെ ഭഗവാൻ ബുദ്ധന് അന്ന് ഇന്ന ദിശയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഇന്ന് അവിടെ പോയാൽ നീ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാണ് പിതാവ് നിർദ്ദേശിച്ചത്. ഈ 2 ദിവസം കൊണ്ട് അവളുടെ ചെറ്റക്കുടികളെല്ലാം മാറ്റി ബാക്കി ഒരുവിധം നല്ല ആളുകൾ കുറെ പേർക്ക് ഈ വസ്ത്രങ്ങൾ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അപ്പൊ അവർ വളരെ സന്തോഷത്തോടെ നിൽക്കും. അങ്ങനെ പോയി ഒരിക്കൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സഹപാഠികളുടെ അടുത്തോ കൂട്ടുകാരുടെ അടുത്തോ പറയാതെ ഭഗവാൻ ബുദ്ധൻ ഇറങ്ങി തിരിച്ചു. എന്താണ് സത്യം? അങ്ങനെ തിരിക്കുമ്പോഴാണ് അദ്ദേഹം നേരിട്ട് കാണുന്നത് നമ്മുടെ രാജ്യത്ത് ഏറെ കഷ്ടപ്പെടുന്ന ദരിദ്രരുമായ കുറേ ആളുകളുണ്ട്. അപ്പോ ദുഃഖിതരാണ്. കാണുന്നവരടുത്തെല്ലാം കേൾക്കുമ്പോൾ അവർ പറയുന്നത് വളരെയധികം ദുഃഖകരമായ കാര്യങ്ങളാണ്. അതിൽ നിന്നും സ്വന്തമായി ഇതിനെ അല്ലെങ്കിൽ തന്റെ സ്വത്വബോധത്തിൽ നിന്ന് ഇതിനൊരു സത്യാവസ്ഥ കണ്ടെത്തണം എന്നുള്ള ഒരു അദമ്യമായ വാഞ്ച കൊണ്ടാണ് അദ്ദേഹം സുഖലോലുപതയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രാത്രിയുടെ മറവിൽ അദ്ദേഹം അവധൂതനായി ഇറങ്ങി സഞ്ചരിച്ചത്. ബൗദ്ധികയിലെ വൃക്ഷച്ചൂട്ടിൽ ഇരുന്ന് അദ്ദേഹത്തിന് സത്യം തെളിയുകയും അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ സന്ദേശരൂപേണ എല്ലാ ജനവിഭാഗങ്ങളിലും പാതുകയുകയും ചെയ്തു. അവിടെയും പറയുന്നുണ്ട് ബുദ്ധൻ ഈ പറഞ്ഞത് അഹിംസ പരമോധർമ്മ, അത് പിന്നെ ശ്വാസത്തിലും ചലനത്തിലും എല്ലാം ഒരുപോലെ കാത്തു സൂക്ഷിച്ച മഹാത്മാവാണ് ഭഗവാൻ ബുദ്ധൻ. ആ ഭഗവാൻ ബുദ്ധൻ തന്നെ യജ്ഞങ്ങൾ അന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ സൊസൈറ്റിയെ കഷ്ടത്തിലാക്കുന്ന യജ്ഞങ്ങളുടെ പേരിലാണ്. അറിയാം, നമ്മുടെ രാജ്യം പണ്ട് കാർഷിക വൃത്തിയെ ആശ്രയിച്ച് നിന്ന ഒരു വ്യവസ്ഥയാണ്, സാമ്പത്തിക വ്യവസ്ഥയാണ്. അന്ന് കർഷകരെ സംബന്ധിച്ച് ഏറെ കന്നുകാലി മാടുകൾ ഉണ്ടായിരുന്നു. ആ കന്നുകാലി മാടുകൾ അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടിയുള്ള കൃഷിയിടങ്ങൾ, ബാക്കി അവരുടെ ഇതര ഗതാഗത മാർഗങ്ങൾ, ഇതിലെല്ലാം കണ്ണുവെച്ചുകൊണ്ട് ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയിൽപ്പെടുന്ന പുരോഹിത വർഗം യജ്ഞശാലകൾ സംഘടിപ്പിക്കും. വളരെ ബൃഹത്തായ യജ്ഞശാലകൾ. എന്നിട്ട് ഒരു ചാർത്ത് എഴുതി കൊടുക്കും. 700 പശുക്കൾ, 700 പോത്തുക്കൾ, 700 ആടുകൾ, ഇതെല്ലാം ബലിക്ക് വേണ്ടിയാണ്. ചുരുക്കത്തിൽ എന്ത് മനസ്സിലാക്കി? മാത്രമല്ല, കൃഷി നടക്കുന്ന സമയത്ത് അവരെല്ലാം ഈ യജ്ഞശാലയിലേക്ക് നിർബന്ധമായി വരണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. പക്ഷേ ബുദ്ധിമാനായ ബുദ്ധൻ ശിഷ്യന്മാർ ഈ വിവരം അറിയിച്ചതനുസരിച്ച് യജ്ഞശാലയിലേക്ക് കടന്നു ചെല്ലുകയും ബ്രാഹ്മണരെടുത്ത് ചോദിച്ചു, എന്തിനാണ് ഈ ഇപ്പോ യജ്ഞം നടത്തുന്നത് എന്നാണ്.
അവർ ഒട്ടും മടിക്കാതെ പറഞ്ഞു, ഇത് രാജ്യത്തിന്റെ നന്മയ്ക്കും രാജാവിന്റെ പ്രജകളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ഈ യജ്ഞം നടത്തുന്നത്. ഭഗവാൻ ബുദ്ധൻ പറഞ്ഞു, യജ്ഞം തൽക്കാലം നിങ്ങൾ നിർത്തിവിടുക, ഈ സാധുജീവികളെ കൊന്ന് നിങ്ങൾ എന്ത് നേടാനാണ്? അപ്പോ ഇതറിഞ്ഞു രാജാവ് നേരിട്ട് എഴുന്നള്ളി, മന്ത്രിയും വന്നു. അപ്പൊ ചോദിച്ചു, വളരെ ബഹുമാനത്തോടു കൂടി ചോദിച്ചു, അങ്ങ് എന്താണ് ഇതിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? ഭഗവാൻ ബുദ്ധൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ യജ്ഞം നടത്തുന്നത്? അത് രാജ്യക്ഷേമത്തിന് വേണ്ടി, പ്രജകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാർഷിക വൃത്തിയാണ്. അവർ കാർഷിക വൃത്തി എങ്ങനെയാണ് ചെയ്യുന്നത്? കന്നുകാലി ആടുകളെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ 700-ൽ പരം ആടുകളെയും പോത്തുകളെയും പശുക്കളെയും നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്ന് അർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ കൃഷി തുടരാനാവും? അത് ലോജിക്കലായിട്ട് തിരിച്ച് അവതരിപ്പിച്ചുകൊണ്ട് രാജാവിന്റെ അടുത്ത് അടുത്ത ചോദ്യം വിളിച്ചു, നിങ്ങൾക്ക് ഐശ്വര്യം മതിയല്ലോ, അത് മതി, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ കർഷകരെല്ലാം വിളിച്ച് അവർക്ക് അവരുടെ കന്നുകാലികളെല്ലാം തിരിച്ചു കൊടുത്തു. പക്ഷെ ഒരു വ്യവസ്ഥ വെച്ചു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, 3 ദിവസം ഇവിടെ വരാൻ പറഞ്ഞ 3 ദിവസം നിങ്ങൾ ഇതിന്റെ അടുത്തുള്ള നദിയിൽ പോയി അവിടെ ചിറ നിർമ്മിക്കണം. ചിറ എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടുള്ള ഡാം നിർമ്മിക്കണം. കാരണവും പറഞ്ഞു, അവിടെ വരൾച്ച ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശമാണ്. എന്നിട്ട് പറഞ്ഞു, അതിന് നിർഗമന നാളികൾ വെച്ചുകൊണ്ട് ജലസേചന സൗകര്യം കൃഷിയിടത്തിലേക്ക് പകർന്നു നൽകണം. എന്തിനേറെ പറയുന്നു, ആ വർഷം റെക്കോർഡ് വിളവായിരുന്നു അവിടെ കിട്ടിയത്. പ്രജകളെല്ലാം വളരെ സന്തുഷ്ടരായി, രാജാവിന് വളരെ സന്തോഷമായി. നല്ല ഭരണാധികാരി എന്നുള്ള പേര് ബുദ്ധന്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടി. അവിടെ ബുദ്ധൻ ഉപയോഗിച്ച ആ ലോജിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും നമ്മുടെ ചിന്തകളിലും പ്രവർത്തികളിലും ഉണ്ടാകണം. ഈ ബുദ്ധകഥ അതിനുവേണ്ടിയാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ നമ്മുടെ 9-ാം സർഗത്തിൽ അപരക്രിയകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഈവൻ മാനേജ്മെന്റ് ഈ കാലഘട്ടത്തിൽ വളരെ നിർണായകമായ സ്വാധീനം സമൂഹത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും അറിയണ്ട, ആരെങ്കിലും മരണപ്പെട്ടാൽ അവര് തന്നെ ഇങ്ങോട്ട് വിളിക്കും, അന്വേഷിച്ചു വരും, ഏത് തരത്തിൽ സഞ്ചാര കാർഡ് അടിക്കണം, ആരെയൊക്കെ വിളിക്കണം, ആരെയൊക്കെ സ്വീകരിച്ചിരുത്തണം, പിന്നെ എന്തൊക്കെ വിഭവങ്ങൾ വേണം, അതുവരെ 16 വേണോ 41 വേണോ, ആ രീതിയിലേക്ക് അവരത് ഒരു പ്രൊഫഷണലായിട്ട് ഒരു മാനേജ്മെന്റ് ഏജൻസികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഗുരുദേവൻ അന്നേ പറഞ്ഞു വെച്ചു, ശ്രീനാരായണ ധർമ്മത്തിൽ 9-ാം സർഗത്തിൽ അപരക്രിയ ഭർത്താവോ ഭാര്യയോ മകനോ മകളോ സഹോദരനോ മരിച്ചാൽ ആ ദുഃഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വൻ തോതിലുള്ള സദ്യകൾ നടത്താൻ നിൽക്കുന്നതിന് പകരം നിങ്ങൾ 10 ദിവസം ഏറ്റവും വേണ്ടപ്പെട്ടവർ ഒരുമിച്ച് കൂടിയിരുന്ന, ശുദ്ധരായി ഒരുമിച്ച് കൂടിയിരുന്ന പ്രാർത്ഥന ചൊല്ലുക, ആത്മാവിന് മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥന ചൊല്ലുക. 11-ാമത്തെ ദിവസം നിങ്ങൾ ഈ പറഞ്ഞ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ സദ്യ നടത്താൻ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച തുക അത് ധർമ്മസ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ അതാണ് ഏറ്റവും ഉചിതം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് 9-ാം സർഗത്തിൽ. പക്ഷെ നമ്മൾ എത്ര പേര് അത് പാലിക്കുന്നു എന്ന് ആത്മവിചിന്തനം നടത്തണം എന്നാണ് എന്റെ അപേക്ഷ. പിന്നെ 10-ാം സർഗം നേരത്തെ തന്നെ സൂചിപ്പിച്ച 10 സർഗങ്ങളിലാണ് ശ്രീനാരായണ ധർമ്മം ഗുരുദേവൻ അവതരിപ്പിച്ചത്. അതിനകത്ത് സന്യാസാശ്രമത്തെ കുറിച്ചാണ്. അതായത് 60 വയസ്സായ നമ്മൾ ബാക്കിയുള്ള ഗൃഹസ്ഥാശ്രമമോ ബാക്കിയുള്ള പാശബന്ധങ്ങളെല്ലാം ഒഴിവാക്കി നമ്മൾ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് ഗുരുദേവൻ അന്ന് പറഞ്ഞത്. മാത്രമല്ല, അതൊരു മോക്ഷ മാർഗമായിട്ടാണ് അന്ന് വിലയിരുത്തിയത്. ഇവിടെയും എനിക്ക് പറയുവാനുള്ളത്, ഗുരുദേവൻ നേരത്തെ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്, കാലദേശങ്ങൾക്ക് അനുസരിച്ച് വേണ്ട ഭേദഗതികൾ വരുത്തി ഇത് നടപ്പിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്ന് ഗോത്രജിന്റെ ഒക്കെ സഹായത്തോടു കൂടി 85-കാരനെ കണ്ടാലും 40 വയസ്സ് പോലും പറയില്ല. പണ്ട് നമ്മുടെ ഒരു 45 വയസ്സുകാരനെ 50 വയസ്സുകാരനെ കണ്ടാൽ വന്ധ്യവയോധികനാണെന്ന് പറയും. നമ്മുടെ ലൈഫ് സ്പാൻ കൂടി, നമുക്കുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് ഫെസിലിറ്റീസ് കൂടി, നമ്മളുടെ എന്താ പറയാ സുഖ സൗകര്യങ്ങൾ, അതെല്ലാം നമുക്ക് വളരെയധികം പോസിറ്റീവായി. അതുകൊണ്ട് നമ്മുടെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 60 എന്നുള്ളത് നമുക്കത് ഗവൺമെന്റ് ജീവനൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമ്മുടെ കുടുംബങ്ങൾ തന്നെ തീരുമാനിച്ചാൽ 80 വയസ്സാക്കാം. അതിനെ ശിശാല സാറിന് ഒരു ഏത് വയസ്സ് പറയുന്നതാണ്. സാർ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ രൂപം തന്നെയാണ്.
അപ്പോ അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിഷ്കാമ കർമ്മി ആകുക എന്നുള്ളതാണ് ഉത്തമനായ. അതുവരെ നമ്മൾ വീട്, മക്കൾ, കുടുംബം എന്നുള്ള ഒരു ഫോക്കസിൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ബന്ധിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം സമൂഹത്തിലേക്ക് ഇറങ്ങുക, സമൂഹത്തിന് വേണ്ടി ചെയ്യുക, പൊതുവായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സന്യാസാശ്രമം കൊണ്ട് 10ാം സർഗത്തിലൂടെ ഗുരുദേവൻ ലക്ഷ്യമിടുന്നത്. പിന്നെ ദൈവത്തെ കുറിച്ച് ഭയങ്കര ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവം ആര്, എന്ത്, എങ്ങനെ, അതിനിടയ്ക്ക് വലിയ ചർച്ചകൾ നടക്കും. ആൾദൈവങ്ങളുണ്ട്, അതെന്തിനാണ് നമ്മൾ അംഗീകരിക്കുന്നത്? നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്ത ദൈവങ്ങളുണ്ട്, അതല്ലേ ഏറ്റവും നല്ലത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് യുക്തിവാദികളുടെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖന്മാർ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്തു. അപ്പോൾ ഏകദേശം ഒരു 11 മണിയോടുകൂടി അവിടുത്തെ ആങ്കർ പറഞ്ഞ അനുസരിച്ച് എന്നെ വിളിച്ചു. ഞാനന്ന് ഓഫീസിലായിരുന്നു. സാറേ, അത്യാവശ്യമാണ്, ഒരു ചർച്ച നടക്കുന്നു. ഞാൻ പറഞ്ഞു ഇന്നെ ഒഴിവാക്കി. അതല്ല, ഒരു 5 മിനിറ്റെങ്കിലും വന്നാൽ മതി, ഇവിടെ ചർച്ച നടക്കുക. ഞാൻ ടോപ്പിക് എന്താണ്? അതിങ്ങനെയാണ്, ദൈവങ്ങളും അല്ല ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നതാണ് വിഷയം. അപ്പോൾ ശരി, വണ്ടി അയച്ചു, നമ്മൾ ചെന്നു. അപ്പൊ ഫൈനൽ സ്റ്റേജിലേക്കുള്ള ലാസ്റ്റ് റൗണ്ടിലുള്ള ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പൊ ഒരു യുക്തിവാദിയുടെ സ്റ്റേറ്റ് ലീഡർ പറഞ്ഞത്, നമുക്ക് ഒന്നിനെയും വിശ്വാസമില്ല. പിന്നെ അന്ന് കുറച്ച് ആളുകൾക്ക് ദൈവം എന്ന് പറയുന്നത്, ഞാൻ അവരുടെ പേരുകൾ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, അന്യ സംസ്ഥാനങ്ങളിലുണ്ട്. അത്തരം ആളുകൾ വളരെ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, മയക്കുമരുന്ന് കച്ചവടമാണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മറ്റവരും ഇങ്ങനെ ഈ ധർമ്മസങ്കടത്തിലായ ആങ്കർ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അപ്പോ സംസാരിച്ച് ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു അതല്ല, ഞങ്ങൾക്ക് ദൈവം തന്നെയാണ്, ഞങ്ങളുടെ എല്ലാമാണ്, ഞങ്ങൾക്ക് വീട് തന്നു, അത് തന്നു, ഇത് തന്നു എന്നൊക്കെ പറഞ്ഞു. കോലാഹലമാണ്. ഞാൻ അവസാനം പറഞ്ഞു, എന്റെ ബഹുമാന്യ സുഹൃത്ത് യുക്തിവാദിയായ അങ്ങ് ഈ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. അവിടെ അങ്ങ് സൂചിപ്പിച്ചത്, ശരിക്ക് ജനക്കൂട്ടം എല്ലാ ദിവസവും അവിടെ തിക്കിത്തിരക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, എന്താണ് സമൂഹത്തിന് നന്മ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, താങ്കൾ സൂചിപ്പിച്ചതൊക്കെ താങ്കളുടെ ന്യായമായ സംശയങ്ങളാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ചുറ്റും 10 പേർ കൂടുന്നതുണ്ടെങ്കിൽ അത് എന്തോ കാര്യസാധ്യമുണ്ട്, തീർച്ചയായും. പിന്നെ 2, നമ്മളോടൊപ്പം ആളുകൾ കൂടി നിൽക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്നേഹം. 2, ത്യാഗമനോഭാവം. 3, ഓപ്പൺനെസ് അല്ലെങ്കിൽ സുതാര്യത. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താങ്കളുടെ ചുറ്റും നാളെ 100 പേര് കാണുന്നത് പറഞ്ഞു. ആ അദ്ദേഹം ചിരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോ അതിനകത്ത് നമ്മുടെ സമീപനം ഇത്രയും പറയുന്നത്, നമ്മൾ ആൾദൈവങ്ങളെ ഒരിക്കലും പറയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോട്ടോ ചില്ലിട്ട് വെച്ച ഫോട്ടോയിൽ കാണുന്നത് ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നു. ഇപ്പോഴുള്ള സമകാലീനരായി അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമാണ്. ഇത് തന്നെയാണ് ചരിത്രാതീത കാലം മുമ്പ് നടന്നത്. യേശുക്രിസ്തു സചേതനായി ഇരിക്കുമ്പോൾ 31 വയസ്സ് വരെ അദ്ദേഹത്തിന് ആയുസ്സുണ്ടായിരുന്നു ഇഹലോകത്ത്. അന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്കെതിരെ അവരെല്ലാം ശക്തമായി പ്രതികരിച്ച് അദ്ദേഹം രക്തസാക്ഷിയാക്കിയതാണെന്ന്. പക്ഷെ ഇന്നോ ആ മുൾക്കിരീടത്തോടു കൂടി അദ്ദേഹത്തെ വെച്ച് ലക്ഷോപലക്ഷം ആൾക്കാർ ആരാധിക്കുന്നു. അപ്പൊ അന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ഇപ്പൊ ആരാധിക്കുകയാണ്. ഈ പറഞ്ഞ ഭഗവാൻ കൃഷ്ണനും അന്ന് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ രാജാവായി വാഴുന്നു, അല്ലെങ്കിൽ ചക്രവർത്തിയായി വാഴുന്നു. അന്ന് കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഇത് എക്സാജറേറ്റ് ചെയ്യപ്പെടും. ഓരോ ദിവസം കഴിയും തോറും അതിനെ ആ ആരാധകർ കുറെ പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് അപ്പൊ അമാനുഷികനാവും. അപ്പൊ അത് കോൺട്രവേഴ്സ്യൽ ആയത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോ ഫോട്ടോയിൽ ചില്ലിട്ട് വെച്ച ഒരു ഫ്രൈമിലുള്ള ഒരു രൂപം ദൈവമാകാം, നമ്മോടൊപ്പം നിൽക്കുന്നതിന് ഒരിക്കലും ദൈവമായി അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നമ്മുടെ ശ്രീനാരായണ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കർമ്മം എന്താണ് എന്ന് നിങ്ങൾ നോക്കുക. ഏതൊരു വ്യക്തിയായാലും ഏതൊരു പ്രദേശത്ത് അവിടെ എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന്. ഞാനിപ്പോ ഇവരുടെ ആരും സപ്പോർട്ടേഴ്സ് അല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞത് X or Y ആരായാലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മോടൊപ്പം ആളുകൾ കൂടെ ഉണ്ടാകും. അവിടെ സുതാര്യതയും വേണം, ദയാവായ്പും വേണം, കരുതലും വേണം, കാരുണ്യം വേണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അതുകൊണ്ട് തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, നാം ദൈവത്തിന്റെ ചിത്പുരുഷനാകുന്നു എന്ന്
നമ്മുടെ ശരീരം ജഡമാകുന്നു എന്നും ഒപ്പം അതോടൊപ്പം പറഞ്ഞു. അതിന് സംശയം വരാതിരിക്കാനാണ്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് പറയുന്നുള്ളപ്പോ തന്നെ അല്ലാതെ സംഭാഷണ മധ്യേ തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, നാം ചിത്പുരുഷനാകുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനാകുന്നു, പക്ഷേ എന്റെ ശരീരം ജഡമാകുന്നു എന്നാണ് ബോധിപ്പിച്ചത്. ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും തൊക്കില്ലാതെ സ്പർശിക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെയ്യുന്ന ചിത്പുരുഷനാകുന്നു എന്നും വിശദമാക്കുന്നുണ്ട്. പിന്നെ കൃഷി ചെയ്യണം, കൃഷിയാണ് ജീവരാശിയുടെ നട്ടല്. അവിടെ പ്രയോറിറ്റി സെക്ടർ ഒരു വളരെ വ്യക്തമാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ ഈ തലമുറയിൽ ഇരിക്കുന്നവർക്കെല്ലാം വളരെയധികം ദുഃഖമായിരിക്കും. ഈ റോഡിന്റെ ഇരു സൈഡും പണ്ട് വിശാലമായ വയലേലകളാണ്, നല്ല കൃഷിയിടങ്ങൾ, അതോടൊപ്പം തന്നെ നല്ല തെങ്ങിൻ തോപ്പുകൾ. ഇന്ന് കൃഷിയോ പോയി, കുറെ നികത്തി വീടുകൾ വെക്കുന്നു. വീടുകൾ വെക്കുന്ന അവരുടെ ആവശ്യമാണ്. പക്ഷെ കൃഷിയിടങ്ങൾ എന്താണ്? തരിശായി കിടക്കും. പണ്ട് എല്ലാവരും കായികമായി അധ്വാനിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന രോഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ജോയിന്റ് ഫാമിലി ആയിരുന്നു, കൂട്ടുകുടുംബ വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നടക്കും. ആത്മഹത്യാ പ്രവണതകൾ വളരെയധികം കുറവായിരുന്നു അന്ന്. ഇന്ന് മൈക്രോ ഫാമിലിയിലേക്ക് പോയി നമ്മളുടെ കുടുംബത്തിന്റെ വലിപ്പം പോലെ തന്നെ നമ്മുടെ മനസ്സിൽ ചുരുങ്ങിയത് കൊണ്ട് ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ നമ്മുടെ ആൾക്കാർക്ക് കെൽപ്പില്ലാതെ വന്നു എന്നുള്ളതാണ് നഗ്ന യാഥാർത്ഥ്യം. അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ മുൻ തലമുറകൾ അനുവർത്തിച്ചു വന്ന രീതികൾ എന്തൊക്കെയാണ്? ഇന്നൊരു കുടുംബമായി ഒരു വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത അവരുടെ ഫസ്റ്റ് അജണ്ട എന്ന് പറഞ്ഞ് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റണം. അമ്മായിയമ്മയും ഈ പറയുന്ന മരുമകളും സ്ത്രീയാണ്. പുരുഷന്മാരെല്ലാം അവിടെ യഥാർത്ഥത്തിൽ എതിരായി നിൽക്കുന്നു. സ്ത്രീക്ക് എതിരായി നിൽക്കുന്നു. നമ്മുടെ സീരിയലുകളെല്ലാം കാണിക്കുന്നതല്ലേ? എല്ലാവരും നല്ല പട്ട് സാരികൾ, ഈ പറഞ്ഞ പോലെ 6 തൊട്ടോ 7 മണി തൊട്ടോ ഇത് 9:30 വരെ ഇങ്ങനെ നിരന്തരം പല സീരിയലിലേക്ക് അങ്ങോട്ടുണ്ടായിട്ട് നമുക്ക് അതിലേക്ക് മാറി പോവാം. അടുക്കളയിൽ നിന്നാലും മുറ്റം തൂത്താലും എല്ലാം പട്ട് സാരിയിലാണ്. അത് ജയലക്ഷ്മിയാണോ എവിടുത്തെ ആണെന്ന് അറിയത്തില്ല. അപ്പൊ അത് ആളുകളുടെ കണ്ണിന് ഇമ്പമുണ്ടാക്കി ഒരു ആഡ് കൊടുത്തുകൊണ്ട് അവർക്ക് പണസമ്പാദനമാണ് ലക്ഷ്യം. ഒരു കാര്യം ഓർക്കണം, ഈ എഴുതുന്ന സ്ക്രിപ്റ്റ് എഴുതുന്നതിൽ ഒട്ടുമുക്കാലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാണ്. പക്ഷെ ഇത് നമ്മുടെ സഹോദരിമാരോ അമ്മമാരോ ഒക്കെ അറിയാതെ ഇതാണ് യാഥാർത്ഥ്യം. അത് ചിലർക്ക് നിന്ന് സംസാരിക്കാനായിട്ടാ വിചാരിക്കും അടുത്ത കുടുംബത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെന്നായിരിക്കും വിചാരിക്കുന്നത്. അവർക്ക് എന്ത് പറ്റി? എന്നാലും ആ പെൺകൊച്ച് കാണിച്ചത് ഒട്ടും ശരിയായിരുന്നു. വീട്ടിൽ അടുത്തുള്ളത് അല്ലെ വീട്ടിൽ അങ്ങനത്തെ കുറിച്ച് പറയുകയാണ്. അവസാനം പറയുന്നത് വഴിവിളക്ക്, എന്നിട്ട് അമ്മ വീട് എന്നൊക്കെ ഒരു പേര് പറയുന്നതാണ്. അപ്പോ അതിലേക്ക് അനുകരണീയങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ വശപതരാകാതെ എന്താണ് ശരി എന്ന് യുക്തിബോധത്തോടു കൂടി ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുവാൻ, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുവാൻ വേണം. പിന്നെ ഒപ്പം പറയാനുള്ളത്, പഞ്ചശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തവർ ശുചിത്വത്തെ കുറിച്ച് വളരെയധികം എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ നല്ലതായി വൃത്തിയായി നടന്നാൽ നിങ്ങളെ ആർക്കും മാറ്റി നിർത്താൻ പറ്റത്തില്ല. പലരും പരാതി എന്ന് പറയുമ്പോൾ ഗുരുദേവൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ശുചിത്വമാർന്ന ജീവിതം അത് ഒരു ആചാരമായി അനുഷ്ഠിക്കുവാൻ ഗുരുദേവൻ കൽപ്പിക്കുകയുണ്ടായി. പിന്നെ ഈ ജാതി ശ്രേണിയെ കുറിച്ച് കുറെ പേര് നമുക്കറിയാം. നമ്മുടെ മലബാർ ഏരിയയിലുള്ള ജഗന്നാഥ ക്ഷേത്രം അന്നത്തെ പ്രമാണികൾ എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയും ഗുരുദേവൻ സചേതനായിരിക്കുമ്പോൾ ഗുരുദേവന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കുകയും അത് വളരെ പ്രൗഢിയോടെ കൊണ്ടുവന്ന് ഗുരുദേവനെ എഴുന്നള്ളിച്ചവിടെ കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞങ്ങളെല്ലാം കൂടെ പണം ഉള്ളവരെല്ലാം കൂടെ ചെയ്തെന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഗുരുദേവന്റെ മറുപടി തിരിച്ച് വളരെ രസകരമായി സത്യമറിയിക്കലായിട്ടാണ്. ഇത് കുഴപ്പമില്ല, ജീവിച്ചോളൂ, ആഹാരമൊന്നും വേണ്ടല്ലോ എന്നാണ്. മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു പരാതി ഗുരുദേവന് കിട്ടുന്നു. അവിടെ അധകൃത വർഗത്തിൽപ്പെട്ടവർക്ക് പ്രാർത്ഥനാ സൗകര്യമില്ല. ഗുരുദേവനെ കൊണ്ട് പ്രതിഷ്ഠ നടത്തിയതിനാണ്. പ്രാർത്ഥനാ സൗകര്യം ഇല്ലാത്തവർക്ക് അതിന് അവസരം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെ ഗുരുദേവൻ വളരെ യാദൃശികമായി അവിടെ ചെല്ലുന്ന രീതിയിൽ ചെല്ലുകയും അവിടുത്തെ ഭരണകർത്താക്കളും ക്ഷേത്ര സമിതിക്കാരും വളരെ ബഹുമാന ആദരവോടുകൂടി ഗുരുദേവനെ സ്വീകരിച്ചിരുത്തുകയും കുശല പ്രശ്നത്തിനിടയിൽ കുറെ പേര് കയ്യാലയ്ക്കപ്പുറം, ഇന്ന് കയ്യാല എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, പുതിയ തലമുറയ്ക്ക് ഇതിനെ പഴയ തലമുറയ്ക്ക് അറിയാം. ഇന്നത്തെ കോമ്പൗണ്ട് വാളിന് പകരം കയ്യാല, അതിനപ്പുറത്ത് കുറെ ഭാഗത്തിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. മേൽവസ്ത്രമൊന്നുമില്ല. അപ്പൊ ചോദിച്ചു എന്താണ്? അവിടെ കുറച്ച് ആളുകൾ നിൽക്കൊണ്ടല്ലോ.
അല്ല അത് അധകൃതന്മാരാണ്. അല്ല അവരെന്താണ് പിന്നെ കൂടി നിൽക്കാതെ പോകുന്നില്ലല്ലോ. അല്ല അത് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഗുരുദേവൻ മനസ്സിലായ കാര്യം മാത്രമല്ല പരാതിയായിട്ട് കിട്ടിയിരുന്നല്ലോ. അത് പറഞ്ഞു അവരെ വിളിക്കാൻ പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷം. അവരെല്ലാം ഓടി ആർത്ത് നേരെ ചെന്ന് ഗുരുദേവൻ അടുത്തു. എന്താണ് പ്രശ്നം? അത് ഞങ്ങളെ ഇവിടെ ആരാധന സ്ഥാപനം വരുന്നില്ല. അപ്പൊ ഇവരോട് തിരിഞ്ഞു ചോദിച്ചു എന്താണ് പ്രശ്നം? അയ്യോ അത് നമ്മളിപ്പോ അങ്ങോട്ട് തുടങ്ങിയതല്ലേ, 1 വർഷമൊക്കെ കഴിയണ്ടേ സ്വാമി പറഞ്ഞാൽ നമ്മൾ ചെയ്യാം. ഭഗവാന്റെ തപശക്തി കൊണ്ട് അപ്പോഴും തന്നെ ഒരു മഴ പെയ്യുകയും വളരെ കഥാത്മകമായി അവരോട് തന്നെ പ്രതിവചനം നടത്തിയത് 1 വർഷം കഴിഞ്ഞില്ലേ, ഇനി അവർക്ക് പ്രവേശിച്ചുകൂടെ എന്നാണ്. അപ്പൊ നർമ്മത്തിലൂടെ വളരെ സീരിയസ് ആയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാം എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു സന്ദർഭത്തിലൂടെ. പിന്നെയോ സംഘടനയുടെ ഉദ്ദേശം ഒരു പ്രത്യേക സമുദായത്തിന്റെ ഉദ്ധാരണം മാത്രമാണെന്ന് നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. അവിടെ പൊതുവെ ഉള്ളൊരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം സംഘടന രൂപീകരണം എന്ന് SNDP യോഗത്തിന്റെ രൂപീകരണ വേളയിൽ ഗുരുദേവ പ്രഭാവങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോ ഏത് സന്ദർഭത്തിലും ഗുരുദേവന്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്. ഒരണ്ണു ഇവിടെ മാറിയിട്ടില്ല. മനുഷ്യരാണ്, മനുഷ്യത്വമാണ് ശ്രീനാരായണ ധർമ്മത്തിന്റെ അടിസ്ഥാന മർമ്മം. നമുക്കറിയാം ധർമ്മമേവ പരം ദൈവം, ധർമ്മമേവ മഹാധനം, ധർമ്മം സർവത്ര വിജയീ ഭവതു ശ്രേയസ് കൃണാം എന്നും. ധർമ്മം തന്നെയാണ് പരമമായ ദൈവം. ധനങ്ങളിൽ വെച്ച് മഹത്തായ ധനം ധർമ്മം. ധർമ്മം എല്ലായിടത്തും വിജയിക്കുന്നു. അങ്ങനെയുള്ള ധർമ്മം ശ്രേയസിനായി ഭവിക്കുമാറാകട്ടെ. വളരെ ലളിതമാണ്, വിശദീകരണമൊന്നും ആവശ്യമില്ല. നമ്മൾ ധർമ്മം എല്ലാ കാലത്തും മുറുകെ പിടിച്ചാൽ അത് നമ്മുടെ ശ്രേയസിന് അല്ലെങ്കിൽ പ്രശസ്തിക്ക് പ്രകൃതിക്ക് പാത്രമാകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ പുരുഷാർത്ഥം നമുക്കറിയാം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അത് പല സ്റ്റേജുകളാണ്. ഇവിടെ പറയുന്നുണ്ട് ധർമ്മവും ഈ അർത്ഥവും കാമവും മോക്ഷവും പറയുമ്പോൾ ഈ ധനസമ്പാദനവും അതോടൊപ്പം തന്നെ കാമപൂർത്തീകരണവും മോക്ഷവും എല്ലാം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം? ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പുരുഷാർത്ഥങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യത്തെ വാക്കായി ധർമ്മത്തെ തന്നെ ഗുരുദേവൻ അവർ പറഞ്ഞത്. പിന്നെ കർമ്മശുദ്ധിയും വാക്ശുദ്ധിയും ഇന്ദ്രിയശുദ്ധിയും അതിശ്രേഷ്ഠമായ സ്വഭാവ വിശേഷണം ആണ് എന്നും നമ്മെ ഗുരുദേവൻ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ലോകനീതിക്ക് അനുസൃതമായി നമ്മുടെ കർമ്മം അനുഷ്ഠിക്കാനും എന്നും കൂടെ പറയുന്നു. പിന്നെ നമുക്കറിയാം നമ്മുടെ ഹോട്ടലുകളെല്ലാം വളരെ ഹൈടെക് ആണ്, നല്ല AC ആണ്. കയറിയാൽ തന്നെ നല്ല കുളിർമ അനുഭവം. ബില്ല് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു ചൂടെടുക്കുന്നത്. അപ്പോ അതിനകത്ത് ഈ ഒരു പ്രത്യേകത ഗുരുദേവൻ വളരെ രസമായി അറിയാമല്ലോ. ഗുരുദേവൻ എപ്പോഴും വളരെ ലളിതവും തമാശയായിട്ടുള്ളവരെയാണ് സംവാദങ്ങൾ നടത്തുന്നത്. അപ്പൊ പറയാണ്, അന്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശുചിത്വം കാണിച്ചാൽ പോരാ, യഥാർത്ഥത്തിൽ വീടും അകവും പുറവും എല്ലാം ശുദ്ധമാർന്നിരിക്കണം. അവിടെ ഗുരു അകക്കണ്ണിലൂടെ തന്റെ മുന്നിലിരിക്കുന്ന ജനതയെ നോക്കി പറയുകയാണ്. അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയുകയും അവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തുകൊണ്ട് തന്നെയാണ് ഗുരു ആ ഒരു ഉപദേശം അത്തരം സന്ദർഭത്തിൽ നൽകിയത്. പിന്നെ ഈ ലൈബ്രറിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു വാക്യം തന്നെയാണ്, ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം, അവർക്ക് അറിവുണ്ടാകട്ടെ, അത് തന്നെയാണ് അവരെ നന്നാക്കാനുള്ള മരുന്ന് എന്ന് ഗുരുദേവത്തെ പാദം പറയുന്നത്. ആ വാചകം അല്ലെങ്കിൽ ആ ഒരു സന്ദേശം വെച്ച് നോക്കുമ്പോൾ ഈ കുളത്തൂർ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 124 വയസ്സിലേക്ക് കടക്കുന്ന ഈ മഹത്തായ ഗ്രന്ഥശാല, ഇത് ഈ ദേശത്തിന്റെ വികസനത്തിനും നമ്മുടെ ആളുകളുടെ കാഴ്ചപ്പാടിനും അതോടൊപ്പം തന്നെ നല്ല ചിന്തകൾക്കും നല്ല ജീവിത ശൈലിക്കും എത്രമാത്രം വളമേകി എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ സമ്പാദിച്ച അറിവ് കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമ്പാദിക്കുന്ന അറിവ് കളയരുത്, അത് വലുതാക്കിയാൽ എത്രമേൽ നമുക്ക് പങ്കുവയ്ക്കാം. ഈശ്വരൻ പ്രസാദിച്ചാൽ മതി. അവിടെ ഒരു കണ്ടീഷൻ ഗുരുദേവൻ പറഞ്ഞു, ഞാൻ വലിയ കേവനാണ്, എനിക്ക് എല്ലാ അറിവുകളുണ്ട്, വേദങ്ങളും സർവ്വ ഉപനിഷത്തുകളും എല്ലാം ഞാൻ അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ കേവൻ. അങ്ങനെ അഹങ്കരിക്കേണ്ട, അങ്ങനെ പറയണ്ട. അതാണ് അതിന്റെ പുറകെ തന്നെ പറഞ്ഞത്,
ഈശ്വരൻ പ്രസാദിച്ചാൽ മതി. എന്ത്? ഈ അറിവുകളെല്ലാം ആർജിച്ചത് പകർന്നു കൊടുക്കാനുള്ള കെൽപ്പ് അല്ലെങ്കിൽ അതിനുള്ള സന്ദർഭം കിട്ടണമെങ്കിൽ ഈശ്വരൻ പ്രസാദിക്കണം എന്നൊരു കണ്ടീഷൻ കൂടെ ഭഗവാൻ പറയുന്നു. അവിടെ ഈശ്വരൻ എന്ന് ഉദ്ദേശിക്കുന്നത് മനസാക്ഷി എന്നുള്ളത് തന്നെയാണ്. നല്ല മനസാക്ഷിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ഫലവത്തായി തീരും എന്നുള്ളതാണ്. പിന്നെ ജാതി മത വ്യത്യാസങ്ങൾ ഇല്ലാതാകണം. പാശ്ചാത്യരും പൗരസ്ത്യരും തമ്മിൽ ഒന്നിക്കണം. അപ്പോൾ മനുഷ്യരാശി ഒന്നായി തീരും. ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടുമോ ഇല്ലയോ എങ്കിലും ഇന്നത്തെ ന്യൂ ജൻ അല്ലെങ്കിൽ പുതുതലമുറ അനുവർത്തിക്കുന്ന ഒരു കാര്യം ഒരു പോസിറ്റീവ് ലൈനാണ്. അവിടെ ജാതി മത വേലിക്കെട്ടുകളൊന്നുമില്ലാതെ അവരെ ഒന്നിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ലീഗലൈസ് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം രക്ഷാകർത്താക്കൾ. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് എനിക്ക് അഭിഭാഷകൻ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, ലിവിങ് ടുഗദറിലൂടെ ഉണ്ടാകുന്ന മക്കൾക്ക് യാതൊരു വിധമായ നിയമ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. രണ്ട് പങ്കാളിക്ക് ആ സ്വത്തിന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി FAMILY ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഫാമിലി? എന്താണ് F? എന്താണ് A? എന്താണ് M? എന്താണ് I? എന്താണ് L? എന്താണ് Y? ആർക്കെങ്കിലും പറയാമോ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന യെസ്, ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു എന്നാണ് ഫാമിലിയുടെ അർത്ഥം. ഒരു കൈയടി കൊടുക്കാൻ നമ്മുടെ സഹോദരിക്ക്. അപ്പോ അവിടെ തന്നെ ഉണ്ട് ലവ് എന്ന് പറയുന്ന, സ്നേഹം എന്ന് പറയുന്ന ആ അടിസ്ഥാന ഗുണം ആണ് യഥാർത്ഥത്തിൽ കുടുംബത്തെ ഒന്നിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പ്രഭാഷകരും സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെ കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്നവര് പൊതുവെ പറയുന്നത്. അപ്പൊ ആ ഫാമിലി എന്നുള്ളതിൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് നിയമപരമായ അവകാശ സംരക്ഷണത്തിന് ലീഗൽ മാരേജ് അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ഏത് വിഭാഗത്തിൽപ്പെടുന്നവർക്കും ബാധിതരാണ്. ഹിന്ദു മാരേജ് അനുസരിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ക്ഷേത്രത്തിൽ ചെന്ന് താലി കെട്ടി പിന്നെ വീട്ടിൽ കൊണ്ടുപോയി താലി കൊണ്ട് കൊടുത്ത് പഴയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിവാഹം ആകും എന്ന് വിചാരിക്കരുത്. ഹിന്ദു മതാചാര പ്രകാരം രണ്ട് ഹിന്ദുക്കൾ തന്നെ ആയിരിക്കും പങ്കാളികൾ. അതിൽ വേറെ മതസ്ഥരുണ്ടെങ്കിൽ ആ മതാചാര പ്രകാരം വിവാഹം നടത്തും. ഇപ്പം ചില വേന്ദ്രന്മാരുണ്ട്, പള്ളിയിൽ വെച്ച് നടത്തും, ക്ഷേത്രത്തിൽ വെച്ചാണ്. അത് ആരോ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, വിവാഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ കുടുംബം എന്ന വ്യവസ്ഥിതി കൊണ്ടുവരാൻ മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യം തന്നെയാണ് ഇതിന്റെ മൂലകാരണം. അതായത് നമുക്കുണ്ടാകുന്ന വസ്തുവകകൾ, സ്ഥാപന ജംഗമ വസ്തുക്കൾ അന്യാധീനപ്പെട്ടു മറ്റ് ആളുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ മക്കൾ ഉണ്ടാവുകയും ഇത് പിൻതലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കൈ വീശി പരലോകത്തേക്ക് പായുകയും ചെയ്യുന്നത്. അപ്പോ അവിടെ കുടുംബത്തിന്റെ ഉദ്ദേശം ഇതാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്തിനാണ്? തന്റെ വസ്തുവകകൾ അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കുടുംബ വ്യവസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ പൂർവികർ തന്നെ കൊണ്ടുവന്നത്. അപ്പൊ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല കുടുംബിനികളായും കുടുംബനാഥന്മാരായും അതോടൊപ്പം തന്നെ മക്കളായി പിതാക്കന്മാരായും മാതാപിതാക്കന്മാരായിട്ടും ജീവിക്കുവാനുള്ള മനസ്സ്, ഈ ശ്രീനാരായണ ധർമ്മം, അതോടൊപ്പം തന്നെ ഗുരുദേവന്റെ ദർശനം, ഇതിലും നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ അറിവുകൾ, ഇതെല്ലാം വെച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഒരു തുല്യനായ മഹത് വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ശിശുപാലൻ സാർ, ടീച്ചറമ്മ, ബാക്കിയെല്ലാം ഞാൻ പേരെടുത്ത് പറയുന്ന മോനിച്ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരാണ്. ഈ ഒരു സായാഹ്നത്തിൽ ഗുരുദേവനെ കുറിച്ച് സ്മരിക്കുവാനും ശ്രീനാരായണ ധർമ്മം എന്ന ഉത്തമ കൃതിയുടെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി ഒന്നുകൂടി അവതരിപ്പിക്കുവാനും എനിക്ക് അവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ ഈ ഗുരുദേവന്റെ അനുഗ്രഹത്തിനും എല്ലാം വളരെയധികം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ എന്റെ പ്രഭാഷണങ്ങൾക്കും എന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിൻബലമായിരുന്ന രഞ്ജു എന്ന എന്റെ ഭാര്യയ്ക്കും അദ്ദേഹം നന്ദി, നമസ്കാരം. ഇവിടെ അവതരിപ്പിച്ച പ്രഭാഷണത്തിൽ 1.5 മണിക്കൂർ ശ്രമിച്ചിരുന്നവർക്ക്
എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ സംബന്ധിച്ച് ഒരു വിഷയം, ഒരു സംശയം ഉള്ളത്, ഈ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ശ്രീനാരായണ ഒരു മിശ്ര വിവാഹത്തെ, അതായത് മിശ്രവിവാഹം ഉദ്ദേശിച്ചത് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടത്, വ്യത്യസ്ത ജാതിപ്പെട്ട പരസ്പരമുള്ള വിവാഹത്തെ സ്വാമി പ്രോത്സാഹിപ്പിച്ചത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചോ മറ്റേ പ്രത്യേക വിഭാഗത്തിന്റെ വിവാഹ നിയമങ്ങൾ അനുസരിച്ചോ ആയിരുന്നില്ല അദ്ദേഹം സ്വാമിയുടെ ഒരു കുടുംബ കാഴ്ചപ്പാട്. അതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുന്നൊരു അഭിപ്രായമുണ്ട്. അതോടൊപ്പം അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കും ഇതിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. സംശയം ചോദിക്കുന്നതിന് വേണ്ടി ചോദിക്കുന്നു. പണ്ട് കാലങ്ങളിൽ പുരുഷൻ യഥാർത്ഥം എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. നിലവില് സ്ത്രീ ശാക്തീകരണം എന്നൊരു വിഷയം ഉണ്ട്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇന്ത്യയിൽ എന്നൊരു അവസ്ഥയിലേക്ക് ചിന്തകൾ മാറിയിട്ടുണ്ട്. പക്ഷെ കുടുംബബന്ധങ്ങളുടെ ആഴം ചെറിയ ക്ലാഷ് കൊണ്ട് തന്നെ ഡൈവേഴ്സായി പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇപ്പോൾ പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ധർമ്മം വ്യക്തമാക്കിയിട്ടുണ്ട്. ധർമ്മബോധം പഠിക്കണം. ഒരു കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഓരോ അംഗങ്ങളുടെ ധർമ്മബോധം പഠിപ്പിച്ചെടുത്താൽ ഈ ബോധം തുല്യമായി ശാന്തമായി പോകാൻ കഴിയും. പുരുഷന് ധർമ്മമുണ്ട്, ഭർത്താവിന് ഭർത്താവിന്റെ ധർമ്മമുണ്ട്, സ്ത്രീക്ക് സ്ത്രീ ധർമ്മമുണ്ട്, ഭാര്യ ധർമ്മമുണ്ട്, അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മമുണ്ട്. ഈ ധർമ്മബോധമാണ് നമ്മൾ വളർത്തിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. പുരുഷ മേധാവിത്വവും വേണ്ട, സ്ത്രീ മേധാവിത്വവും വേണ്ട, തുല്യതയും വേണ്ട, ധർമ്മബോധം വളർത്തിയെടുക്കേണ്ടത്. പറഞ്ഞാണ് ഭാര്യാഭർത്തവും നമ്മുടെ കുടുംബ വ്യവസ്ഥിതി എങ്ങനെ ആയിരിക്കണം, പരസ്പരമുള്ള കരുതൽ വേണം, അപ്പോ ഒരു കൂട്ടായ്മയായിരിക്കണം എന്നൊക്കെ ശ്രദ്ധിക്കട്ടെ. അത് പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. ഇവിടെ കൂട്ടായ്മയാണ്. അങ്ങ് പറഞ്ഞത് വളരെ റിലവന്റായ ഒരു കാര്യമാണ്. ഇവിടെ ഈഗോ അല്ലെങ്കിൽ അഹം എന്ന ഭാവം അർത്ഥമില്ല. ഞാനാണ് വലുത്, നീയാണ് ചെറുത് എന്നുള്ളത് ഭേദമില്ല. മറിച്ച് തുല്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി, കരുതലോടുകൂടി, വാത്സല്യത്തോടുകൂടി പോകേണ്ട ഒരു യൂണിറ്റാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോ ആ തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞതുപോലെ ശ്രീനാരായണ ധർമ്മം അനുസരിച്ച് വളർത്തിയാൽ ഒരു കാരണവശാലും അവരല്ലാത്ത രീതിയിലേക്ക് പോയില്ല. നല്ല ഉത്തമ കുടുംബിനികളായി, ഉത്തമ കുടുംബനാഥന്മാരുമായി തന്നെ തീരും. അത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യും. പിന്നെ നമ്മുടെ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഗുരുദേവൻ പറഞ്ഞത് മിശ്ര വിവാഹം നടത്താം എന്നായിരുന്നു എന്നാണ്. പക്ഷെ ഞാൻ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അതിനകത്തൊരു ഭേദം പറഞ്ഞത്. അതായത് നിലവിലുള്ള ഫാമിലി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാമോ, നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരമാണ് അല്ലേ? പക്ഷെ ഏറ്റവും കൂടുതൽ ഫാമിലി കേസ്, ഡൈവോഴ്സ് കേസ് ഉള്ളതും തിരുവനന്തപുരം ജില്ലയിലാണ്. എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ പരിപാലിച്ചു വളർത്തിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ന്യൂനത. രണ്ട്, ഏത് സാഹചര്യത്തിലും അതിന് അനുയോജ്യമായ നിലയിൽ പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനും കഴിയുന്ന പൗരന്മാരാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റണം. അതിന് ശ്രീനാരായണ ധർമ്മം, ഗുരുദേവന്റെ സന്ദേശം വളരെ ഫലപ്രദമായ ഔഷധം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു നിയമ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൂചന നൽകിയത്. പല രക്ഷാകർത്താക്കളും അവിടെ വന്ന് കണ്ണീരോടെ പറയാറുണ്ട്, ഞങ്ങൾ വിവാഹം കൊടുത്തു, പക്ഷെ സ്വർണവും കൊടുത്തു, പക്ഷെ അതൊന്നും തിരിച്ചു കിട്ടിയില്ല, ഒരു ജീവനാംശം ചോദിച്ചിട്ടും അത് തരുന്നില്ല. അതിനുപരിയായി യാതൊരു തരത്തിലുള്ള കോമ്പൻസേഷനും തരുന്നില്ല. ഒറ്റ വാചകം, നിയമപരമായി നിങ്ങൾ വിവാഹിതരാണ്. കോടതിയെ സംബന്ധിച്ചും അതാണ് നോക്കുന്നത്. അതുകൊണ്ട് അത്തരം
രക്ഷകർത്താക്കളുടെ കണ്ണീര് വീഴാതിരിക്കുന്നതിന് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ജാതിക്കോ മതത്തിനോ യാതൊരു പ്രസക്തിയുമില്ല. ഈ പറഞ്ഞ പ്രായപൂർത്തിയായവർക്ക് വിവാഹം കഴിക്കാം. അവിടെ രക്ഷകർത്താക്കള് വിലങ്ങുതടിയായിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടന റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ് എന്ന ഡെഫിനേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിളിനകത്ത് വരുന്നതാണ് പൗര സ്വാതന്ത്ര്യം. ആ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. റൈറ്റ് ടു ലൈഫിന് കൂടെ ഉണ്ടാകുന്ന നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ വിധികൾ അതിനെ സ്ഥാപിച്ചു. അപ്പൊ അത്തരത്തിൽ ഒരു കരുതൽ വേണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.